കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന് നൈജീരിയ വരെ. ആ ഉച്ചകോടിയുടെ പേരാ ഷാങ്കായ് ഉച്ചകോടി. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ നിങ്ങളുടെ തമിഴ്നാട്ടിൽ നിർമ്മല സീതാരാമൻ ആയിരിക്കും തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ ജയശങ്കർ. ഇന്ത്യക്കാരൻ ചെറിയ പുള്ളിയല്ല. കപ്പൽ വന്നപ്പോൾ ഇന്ത്യ ഒരു സാറ്റലൈറ്റിനെ എവിടെ വിട്ടു? ഇന്നത്തെ കാലത്ത് ഞങ്ങളെപ്പോലെ ഊളിയം ചെയ്യുന്ന ബോധകരാണ് പെരിയ കവർ കിട്ടിയ അവൻ്റെ തലയിൽ കൈവെക്ക് ചോദന. 2 സാക്ഷികൾ ഉയരത്തിൽ നിന്ന് വരും, ഹാനോക്കും ഏലിയാവും. അവരെ സാക്ഷ്യം 3.5 വർഷം പ്രവചിക്കുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ വെട്ടിക്കൊല്ലും. മെയ്തൈ കുക്കി, അതിന്റെ പേര് കാസ്റ്റ് ടു കാസ്റ്റ്, ജാതി ജാതിയോട് കത്തുക. മണിപ്പൂരിൽ നിന്നും ഈജിപ്തിലെ അരാബായിൽ ഉപ്പുവെള്ളത്തെ ചിറ പോലെ ദൈവം കെട്ടിനിർത്തി അവരെ മറുകര കടത്തി. അതുകൊണ്ടാ ജയശങ്കർ സാറ് പാലത്തിൽ വന്ന് ഹല്ലേലൂയ ഹോശന്ന പാടിയത്. സ്വോത്രം, ഞാൻ ഇവിടെ ഉണ്ടെന്ന് സ്വോത്രം. ഇത് ഇന്നത്തെ പുട്ടിനെ തൂക്കിലേറ്റണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇസ്രയേലുമായിട്ട്. സ്വോത്രം. അതുകൊണ്ടല്ലേ ചൈനക്കാരൻ കയ്യാലമാന്താൻ വരുമ്പോൾ മോഡി സാർ പറയുന്ന മര്യാദയ്ക്ക് എന്നില്ലേ അടി ഉറപ്പാന്ന്. സ്വോത്രം. ദൈവത്തിൻ്റെ പൊന്നുതിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ കർത്താവിൻ്റെ ഭൃത്യന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ സഹായിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, കൂടെ പാടുന്ന കുഞ്ഞുങ്ങൾ, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന സഹൃദയരും സ്നേഹിതരുമായ മലയടിയിലെ ദേശനിവാസികൾ, രാവും പകലും കർത്താവിൻ്റെ വേലയിൽ ഇവിടെ അഹോരാത്രം അധ്വാനിക്കുന്ന വിലപ്പെട്ട ദൈവത്തിൻ്റെ ഭൃത്യന്മാർ, മീഡിയ ഓൺലൈനിൽ കൂടി ഞങ്ങളെ കാണുന്ന പ്രിയ ദൈവമക്കൾ, ആലയത്തിൻ്റെ മുൻപിൽ ഉപവിഷ്ടരായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ഒരിക്കൽ കൂടി നിസ്തുല്യനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം സന്ധ്യയെങ്കിൽ ജൂലൈ മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിലും വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കൃപാലുവായ ദൈവം ഒരു ദിനം കൂടി എളിയവന് തന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്തരണത്തിൽ ഇവിടെ നടക്കുന്ന കൺവെൻഷൻ കൂട്ടങ്ങളിൽ കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ കഴിഞ്ഞ 2 പകലുകൾ വചനപ്രഘോഷണത്തിന് ക്ഷണിച്ച മലയടി പെന്തക്കോസ് ദൈവസഭയോടും പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്ററോടും സെൽവമണി ബ്രദറിൻ്റെ കുടുംബത്തോടും കുഞ്ഞുങ്ങളോടുമുള്ള അകമഴിഞ്ഞ നന്ദി രാത്രി രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാ മക്കളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരിൽ നല്ലൊരു വിഭാഗം കർത്താവിൻ്റെ സ്നേഹിതരും കർത്താവിൻ്റെ ബയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നവരുമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. 5 വർഷത്തിന് ശേഷവും കാണുവാനിടയായി. കൊട്രക്കോണത്ത് നിന്ന് കർത്താവിൽ ബഹുമാനപ്പെട്ട പ്രേംരാജ് പാസ്റ്ററും മറ്റ് പ്രിയപ്പെട്ടവരെല്ലാം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ കൊട്രക്കോണത്ത് പ്രസംഗിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവിടെ വരികയും എന്നോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു നേർച്ചയായി പള്ളിക്കകത്ത് വെച്ചൊരു കൺവെൻഷൻ നടത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ദിവസങ്ങളിലെല്ലാം ഡേറ്റില്ല. അപ്പോൾ കൃപയാൽ ഞാൻ പറഞ്ഞു ജൂൺ കഴിയുമ്പോൾ മഴയൊക്കെ അവസാനിക്കും, നമുക്ക് ജൂലൈയിൽ ദൈവകൃപയാൽ 2 ദിവസം യോഗം നടത്താം. അന്ന് നിശ്ചയിച്ചത് ഞാൻ ഓർക്കുന്നു, പള്ളിക്കകത്ത് 2 ദിവസം നേർച്ച കൺവെൻഷനായിട്ട് നടത്താമെന്ന്. സ്തോത്രം. പക്ഷേ 2, 3 4 മെസ്സേജ് കഴിഞ്ഞ് 5ാമത്തെ മെസ്സേജായി. പിന്നെ ഞാൻ അറിഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ് പുറത്ത് വെച്ച് നടത്താം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. നട്ടവനും നടുന്നവനും ഏതുമല്ല, വളരുമാറാക്കുന്ന ദൈവം ഇത്രത്തോളം വഴി നടത്തിയതിനായി. കേരളത്തിലും മഴ, തമിഴ്നാട്ടിൻ്റെ കുമരി മാവട്ടത്തും മഴ അടിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കർത്തൃദാസൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു മഴ പെയ്ത് ഇവിടെ അങ്ങ് മാറി. അതിനുശേഷം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം കൺവെൻഷൻ കൂട്ടങ്ങൾക്കൊരു മഴയോ കാറ്റോ വരാതെ നമ്മുടെ മക്കൾ വീട്ടിൽ ചെല്ലുന്നത് വരെ ഒരു മഴയും കാറ്റും വന്നില്ല. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. 5 വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ വന്ന് വചനം പ്രസംഗിപ്പാൻ കൃപാലുവായ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രി അവസാന രാത്രി യോഗം കഴിഞ്ഞ് മടങ്ങുകയും ചെയ്യും. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഒരിക്കൽ കൂടി ചോദിക്കുന്നു. നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ദൈവകുഞ്ഞുങ്ങളും ഊഴിയക്കാരുമൊക്കെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിവസവും സ്റ്റേജിൽ നിൽക്കുന്നത്. അല്ല ഞങ്ങളുടെ കഴിവും മിടുക്കൊന്നും അല്ല മക്കളെ, ഇതെല്ലാം നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇത് പ്രഭാതത്തിൽ ഞാൻ സഭയെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ദൈവദാസന് കുറച്ച് പണം കൊടുക്കുന്നതോ കാറ് കൊടുക്കുന്നതോ അല്ലെ പുരട കൊടുക്കുന്നതോ അതൊക്കെ ഒരു ലിമിറ്റാണ്. എന്നാൽ അതിനപ്പുറത്ത് ഒരു ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി 11 വാക്യങ്ങൾ വായിച്ചിട്ട് ഇന്ന് നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം, ഞാനിവിടെ വന്നപ്പോൾ തന്നെ പണ്ട് ഇവിടെ പ്രസംഗം കേട്ടവരും എന്നോട് പറഞ്ഞ് ഇന്നത്തെ റഷ്യ ഉക്രൈൻ പറയണം. അതുകൊണ്ട്
ഈ ദിവസങ്ങളിൽ ആദ്യ ദിവസം വെളിപ്പാട്, പിറ്റേന്ന് ലൂക്കോസ് സുവിശേഷം, ഇന്നലെ രാത്രി വെളിപ്പാട്, ഇന്ന് ദാനിയേൽ പ്രവചനമാ രാവിലെ പ്രസംഗിച്ചത്. അതിനുശേഷം എല്ലാം നാൾക്കളിൽ ഉലകത്തിൻ മുടിവും കടസിക്കാല ചെയ്തികളും. അതുകൊണ്ട് ഇന്ന് രാത്രി റഷ്യ ഉക്രൈന പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഒരു വ്യക്തിക്കോ ഒരു സംഘടനകൾക്കോ ഒരു മതത്തിനോ ജാതിക്കോ എതിരല്ല. ഞങ്ങളുടെ ആഗ്രഹം മലയാളിയിലെല്ലാ കുഞ്ഞുങ്ങളും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, അവർ നിത്യതയിൽ എടുക്കപ്പെടണം. അതുകൊണ്ട് ദൈവസഭയെ കർത്താവ് സ്നേഹിച്ചത് കൊണ്ട് സഭയുടെ ദൗത്യമായ സുവിശേഷം ഇന്നും അറിയിക്കുന്നത്. ശ്രദ്ധയോട് ഇന്നലെ രാത്രി നാം തുടങ്ങി വെച്ചത് വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് 4:1 അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത്. അതിനോടനുബന്ധിച്ച് ഇന്ന് ലോകത്തിലെ അന്താരാഷ്ട്ര പ്രശ്നമാ യഹൂദന് ദൈവാലയമില്ല. എതിർ ക്രിസ്തു വരും, അവന് ദൈവാലയം പണിയും. വെളിപ്പാട് 6:1-2 ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവന് ഒരു വില്ല്, വാള്, ജയിപ്പാനും ജയിക്കാനുമായി അവൻ പുറപ്പെട്ടു. ആൻറ്റി ക്രൈസ്റ്റ ദൈവാലയം പണിയുന്നത്. അതിനോടനുബന്ധിച്ച് ഇസ്രയേലിലെ മാറ്റങ്ങൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. 2020 ഇസ്രയേലിൻ്റെ ട്രഷറി അരശേക്കൽ, പുറപ്പാട് ഇന്നലെ വായിച്ചു 30-12-13 അരശേക്കല യഹൂദൻ ആലയത്തിൽ അർപ്പിക്കേണ്ടത്. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും 50 പൈസ കൊയിൻ പോലെ ഇന്ന് എല്ലാ വീട്ടിലും ആളിൻ്റെ സംഖ്യ അനുസരിച്ച് സ്വോത്ര കാഴ്ച ഇടുവാൻ കാണിക്ക കൊടുത്തു. അതിൻ്റെ അപ്പുറത്ത് ആലയത്തിൽ ആൻറ്റി ക്രൈസ്റ്റ്, ഇന്നത്തെ സോഫിയ അല്ലെങ്കിൽ ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചേട്ടത്തെ കൊണ്ടുവരും. അതാ ദാനിയേൽ 12:11 ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കാണും കമ്പ്യൂട്ടർ. അങ്ങനെയെങ്കിൽ ആ കമ്പ്യൂട്ടർ സംസാരിക്കും, വരുന്നോട് വണങ്ങാൻ പറയും. എന്താ? അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കിയതുപോലെ എതിർ ക്രിസ്തു ദൈവാലയത്തിൽ ഹല്ലേലൂയ സത്യത്തിലും ആത്മാവിലും ആരാധന മാറ്റി കാളക്കുട്ടി പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉണ്ടാക്കും. ഗൂഗിൾ സംസാരിക്കുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നവരോട് പറയും എന്നെ വണങ്ങുവാൻ. 2 തെസ്സലോനിക്കർ 2:4 അവൻ ദൈവാലയത്തിലിരുന്ന് ദൈവമെന്ന് നടിച്ചുകൊണ്ട്, പൂജാവിധി എന്ന് നടിച്ചുകൊണ്ട് അവൻ വരുന്നവരോട് വണങ്ങാൻ പറയും. യഹൂദൻ വണങ്ങത്തില്ല. അവൻ്റെ കയ്യിലിരിക്കുന്ന പ്രമാണം മോശയ്ക്ക് സീനായിൽ ദൈവം കൊടുത്തു. 750 കൽപ്പന, 750 പ്രമാണം, 10 കൽപ്പന. അതിൽ ഏറ്റവും വലിയ കൽപ്പന പുറപ്പാട് 24 മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിൻ്റെയും വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, വണങ്ങരുത്. അതുകൊണ്ട് വണങ്ങാത്ത യഹൂദൻ അന്നവൻ്റെ തലയന്തോയും എതിർ ക്രിസ്തുവിൻ്റെ പടയാളികൾ വെട്ടിമാറ്റ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. അതിനുശേഷം സംഭവിക്കുന്നത്, ഈ തലയിറക്കുന്ന കാലത്ത് കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവരെ പാർപ്പിക്കുവാൻ ഭൂമിക്കടിയിൽ അറ. യെശയ്യാപ്രവചനം 26:20 എൻ്റെ ജനമേ, ക്രോധം കടന്നു പോകുവോളം അല്പനേരം അറയിൽ വന്ന് ഒളിച്ചു പാർക്ക. യെശയ്യാ 26:20. അത് കഴിഞ്ഞ് മത്തായി ഒലിവുമല പ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, എന്താ? ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം വിശുദ്ധ സ്ഥലത്ത്. അന്ന് യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് നിലവിളിച്ചുകൊണ്ട് യഹൂദൻ ഓടുന്ന കാഴ്ച. സിറിയയിൽ നിന്ന് വരുന്ന അന്തിക്രിസ്തു 1 കമ്പ്യൂട്ടർ, 2 ആലയത്തിനകത്ത് പന്നി അടിച്ചിറക്കും, പന്നിയുടെ രക്തമൊഴുക്കും. പണ്ട് അന്തിക്കോസ് എപ്പിപ്പാനോ സിറിയാക്കാരൻ ചെയ്തതുപോലെ ഈ വരുന്ന സിറിയാക്കാരനും ഇത് ചെയ്യും. യഹൂദൻ്റെ വായിൽ ഈ രക്തം കൊള്ളത്തില്ല. അന്ന് രക്തം കൊള്ളാത്ത സകലരെയും യഹൂദൻ്റെ ഗോത്രത്തിൽ നിന്ന് വെട്ടിമാറ്റും. അവർ നിലവിളിച്ച് മലകളിലേക്ക് ഓടിപ്പോകും. ആ രാത്രിയെപ്പറ്റി യേശു പറഞ്ഞു, യോഹന്നാൻ 9:4 ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഇന്നലെ എല്ലാം നിങ്ങൾ വരച്ചു കാട്ടി. അങ്ങനെയെങ്കിൽ മോഡി സാർ വിഭാവനം ചെയ്യുന്നു 9G ഇൻ്റർനെറ്റ്. ബൈബിളിലുണ്ടോ? സഭയെടുക്കപ്പെട്ടാൽ യഹൂദൻ്റെ മാനസാന്തരത്തിന് വേണ്ടി 2 സാക്ഷികൾ ഉയരത്തിൽ നിന്ന് വരും, ഹാനോക്കും ഏലിയാവും. അവരെ സാക്ഷ്യം 3.5 വർഷം പ്രവചിക്കുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ പട്ടാളക്കാർ വെട്ടിക്കൊല്ലും. അവരുടെ ശവശരീരം അവിടെ കിടക്കും, കല്ലറയിൽ വെക്കത്തില്ല. വെളിപ്പാട് 11:8, 9, 10, 11. ആ ശവശരീരം സകല ഭാഷക്കാരും സകല ജാതിക്കാരും സകല ലോകക്കാരും കാണണമെങ്കിൽ സോദോം എന്ന് പറയുന്ന ഇന്നത്തെ തകർക്കപ്പെട്ട ആത്മീയ കാൽവറി മല യെറുശലേം, അഥവാ ഇന്ന് മിസ്രൈം സോദോമാവും, അവിടെ കിടക്കുന്ന ഡെഡ് ബോഡി മലയടിയിലും ലോകരാജ്യങ്ങളിൽ കാണണമെങ്കിൽ 5G ഇൻ്റർനെറ്റ് അല്ല, 9G ഇൻ്റർനെറ്റ്, അതിവേഗ ഇൻ്റർനെറ്റ്. അപ്പോൾ അവരുടെ ഡെഡ് ബോഡി അവിടെ കിടക്കും. കല്ലറയിൽ വെക്കാൻ എതിർ ക്രിസ്തുവിൻ്റെ പട്ടാളക്കാർ സമ്മതിക്കത്തില്ല. ലാസർ എഴുന്നേറ്റോ എഴുന്നേക്കും, അല്ല യേശു ഉയർത്തെഴുന്നേറ്റോ എഴുന്നേക്കോ എന്ന് പറയുമ്പോൾ 3.5 ദിവസം കഴിയുമ്പോൾ
ഉയരത്തിൽ നിന്ന് ശ്വാസം വരും. അവർ കാലൂന്നി നിൽക്കുന്നത് ലോകം കാണും. അപ്പോൾ ഉയരത്തിൽ നിന്ന് വിളി വരും, ഇവിടെ കയറി വരിക. അവർ അവിടെ നിന്ന് മേഘങ്ങളിൽ യേശു പോയതുപോലെ എടുക്കപ്പെടും. അതിനു മുമ്പ് തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്നലെ രാത്രി ഈ കാലഘട്ടത്തെ പറ്റി യേശു പറഞ്ഞു, ലൂക്കോസ് 21, 34, 35, 36. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണം, അൽവകാം, കുഴിമന്തി, പൊരിച്ച കോഴി, ഇതെല്ലാം അന്ത്യദിനത്തിൽ തിന്നും. അതെല്ലാം കളിക്കാവിളെ വരും. ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് മദ്യപാനം. ഇന്ന് ഇതില്ലാത്ത വീടുണ്ടോ, കാടുണ്ടോ, കടയുണ്ടോ? പാക്കറ്റിനകത്ത് കുപ്പി ഏതെങ്കിലും പിന്നെ കലങ്ങിൻ്റെ അവിടെ കിട്ടിയ ചെറുപ്പക്കാർ 2 ഗ്ലാസ് ഒഴിച്ച് വേറെല്ലാം പോണ്ട് അവിടെ നിന്നങ്ങ് കുടിയാ. അങ്ങനെയുള്ള കുടിയായി നിങ്ങളുടെ ഹൃദയം. അതിഭക്ഷണം, മദ്യപാനം, പിന്നെ ഉപജീവന ചിന്ത. നമുക്ക് 2 കാർഡ് തന്നിട്ടില്ലേ? തിന്നാൻ കാർഡ്, കുടിക്കാൻ കാർഡ്, വണ്ടിക്ക് ലോൺ കാർഡ്, മൊബൈൽ ചാർജ് ചെയ്യാൻ കാർഡ്. അത് കഴിഞ്ഞിട്ട് കളിക്കാവിളയിൽ പാറശാല ഒട്ടിച്ചിരിക്കുക. 1 രൂപയ്ക്ക് ഫോൺ, 5 രൂപയ്ക്ക് കാറ്. വരൂ, കടന്നു വരൂ, സ്വോത്രം. അങ്ങനെ ഒരു കാലം നിങ്ങൾ കണ്ടില്ലേ? അത് അന്ത്യകാലമാ. മനുഷ്യനെ കുഴപ്പിക്കുക. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും മദ്യപാനത്താലും ആകുലപ്പെട്ടിട്ട് ആ ദിവസം ഒരു കെണി പോലെ വരാതിരിപ്പാൻ അത് സർവഭൂതലത്തിലും വരും. അമേരിക്കയിൽ ഒഗിയോ മുതൽ തേങ്ങാപട്ടണ കടലിൻ്റെ അറ്റം അവിടം വരെ കോവിഡ് അടിച്ചതുപോലെ ഒരു ട്രാപ്പ് വരും. ആകയാൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിന് സദാകാലത്തും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. കരമുയരുന്നില്ലല്ലോ. ഇന്നലെ രാത്രിയിലെ പ്രഭാഷണമായിരുന്നു അന്ത്യകാലം. ബാക്കി ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മലയടി ദൈവസഭയോട് കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ ചക്രം ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാഗതമായ വിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരുമെന്ന് ഇന്ന് രാത്രി വചനപ്രകാരം വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് കടസിക്കാല ചെയ്തികൾ കേട്ടിട്ട് ഇന്ന് രാത്രി സ്വർഗ്ഗമുഖത്തേക്ക് നോക്കി പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. മലയടിയിലെ ദൈവമക്കളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം മത്തായി സുവിശേഷം 24, 6, 7 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 6 and 7. മത്തായി 24, 6, 7 വാക്യങ്ങൾ വായിച്ചോട്ടെ മമ്മേ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ശുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അടുത്ത വാക്ക്, അത് സംഭവിക്കേണ്ടത് തന്നെ. ഇതെല്ലാം മലയടിയിലെ ദൈവ കുഞ്ഞുങ്ങൾ കാണും. ഇതെല്ലാം കണ്ണിന് മുൻപിൽ കാണും. അടുത്തത്, എന്നാൽ അത് അവസാനമല്ല. ഇതൊന്നും കണ്ടിട്ടുള്ള വീടും കാറും വിറ്റ് പൈസ ആയിട്ട് മതിലിയാടരുത്. സ്വോത്രം. ഇതൊക്കെ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നല്ലോ. ഈ യുദ്ധമൊക്കെ കേൾക്കുമ്പോൾ പലരും വിചാരിക്കും എല്ലാം ലോകം തീരാറായി, എന്നാൽ വീടും കാറും റബ്ബറും തോട്ടവും വിട്ടേക്കാന്ന്. അതൊന്നും ചെയ്യരുത്. അതിനൊന്നും സമയമായില്ല. ഇതൊന്നും അവസാനമല്ല. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ജാതി ജാതിയോടും. അതാ ഇന്നത്തെ മണിപ്പൂർ, അഥവാ പ്രസംഗിക്കാൻ സമയമില്ല. മെയ് തൈ കുക്കി, അതിന്റെ പേരാ കാസ്റ്റ് ടു കാസ്റ്റ്. ജാതി ജാതിയോട് കത്തുക. മണിപ്പൂർ ഇന്നും തീർക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ഈറ്റുന്നവന്റെ. അടുത്ത വാക്ക്, രാജ്യം രാജ്യത്തോടും. ഇംഗ്ലീഷിൽ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്ന കിങ്ഡം ടു കിങ്ഡം. രാജ്യം രാജ്യത്തോട്. അതാ റഷ്യ ഉക്രൈൻ കോവിഡിന് ശേഷം നടന്നുകൊണ്ടിരിക്കുക. ആ രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇത് നടക്കും. ഇതെല്ലാം നിങ്ങൾ കാണും. അപ്പോൾ അടുത്ത കാര്യം, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതെല്ലാം വായിച്ചട്ടമ്മേ. എങ്കിലും ഇതെല്ലാം ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഈറ്റുനോവിന്റെ ആരംഭം. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനത്തിലേക്ക് നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോട് നിൽക്കും, രാജ്യം രാജ്യത്തോട് നിൽക്കും. ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ലഭിക്കപ്പെട്ട വചനത്തിന് മുൻപിൽ ഇന്ന് രാത്രി നമ്മളെ സമർപ്പിക്കാം. പഴയ നിയമത്തിന്റെ മരണത്തിന്റെ നദിയായി യോർദാൻ. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. എന്താ യോർദാന്റെ പ്രത്യേകത? അതിന്റെ കരയ്ക്കകത്ത് ആരെങ്കിലും കാൽ ചവിട്ടിയാൽ അവരുടെ കാൽ എക്കലിനകത്ത് പുതഞ്ഞ് മരണമുറപ്പ്. എന്നാൽ മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു. അവന്റെ പേര് യോശുവ എന്ന്. യോശുവയോട് സ്വർഗം പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. 5 കാര്യം യോശുവ ചെയ്തു. ഒന്നാമത്തെ കാര്യം, പാളയത്തിനകത്ത് വചനം. 2 ജനത്തെ ശുദ്ധീകരിച്ചു. 3 ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. 4-ാമത്തെ കാര്യം യോശുവ പറഞ്ഞു, നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. 5
അഞ്ചാമത്തെ കാര്യം, പ്രഭാതത്തിൽ വചനത്തിന്റെ പെട്ടകവുമായി നിയമത്തിന്റെ പെട്ടകവുമായി പുരോഹിതന്മാർ യോർദാന്റെ വക്കത്ത് കാൽ ചവിട്ടി. ആഴി എന്തെന്നറിയാതെ, ആഴമെന്തെന്നറിയാതെ ദൈവത്തിന്റെ ഭക്തന്മാർ അവിടെ കാൽ ചവിട്ടിയപ്പോൾ സ്വർഗം ഒരു അത്ഭുതം ചെയ്തു. എവിടെ ചെയ്തു? എവിടെ? യോർദാനിലല്ല, ഈജിപ്തിലെ അരാബായിൽ ഉപ്പുവെള്ളത്തെ ചിറ പോലെ ദൈവം കെട്ടി നിർത്തി അവരെ മറുകര കടത്തി. ഇന്ന് രാത്രി മാതാവേ, പിതാവേ, അപ്പച്ച, അമ്മച്ചി, നാളുകളായി നിന്നെ മറുകര കടത്തുകയില്ലെന്ന് ദുഷ്ടപിശാച് നിനക്കെതിരെ മരണനദിയായ യോർദാന്റെ ഒഴുക്ക് പോലെ ഇന്ന് രാത്രി നിന്നെ കാൽ വച്ചാൽ പുതയ്ക്കുമെന്ന് പിശാച് വാതുകെട്ടുന്ന മണ്ഡലങ്ങൾ ഇന്ന് രാത്രി നിയമത്തിന്റെ പെട്ടകം നിന്റെ തോളിന്മേലുണ്ടെങ്കിൽ നീ കാൽ വെക്കുമ്പോൾ തന്നെ നിന്റെ കണ്ണിന് മുൻപിലല്ല, കിലോമീറ്ററുകൾക്കപ്പുറത്ത് കിഴക്കരാബായിൽ ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തിയ കർത്താവ് ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിന് മറുപടി തരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ പാറശാലയിൽ ഒരു ഹൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന യഹോവയുടെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് മുഴങ്ങുന്ന രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ 2 ദിനങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിച്ച മഹത്വവാനായ കർത്താവ് ഇന്ന് രാത്രി നിയമത്തിന്റെ പെട്ടകവുമായി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവ, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവ, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക. കരുണാമയന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കാട്ടത്തിയുടെ പുറത്തിരുന്ന സക്കായി താഴെ ഇറങ്ങിയതുപോലെ ഈ പട്ടണത്തിനകത്ത് ചില സക്കായിമാരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊടുന്ന രാത്രിയായി മാറട്ടെ. പുഴവക്കത്ത് രക്താംബരം വിറ്റുകൊണ്ടുന്ന ലുദിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ ഇന്ന് കടസിക്കാല ചെയ്തികൾ കേട്ട് ഇന്ന് രാത്രി ചിലരുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവ് തുറക്കുന്ന രാത്രിയായി മാറട്ടെ. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുവാൻ ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ഇന്ന് രാത്രി ആരാധനയുടെ വചനത്തിന്റെ മഴ ഇവിടെ പെയ്തിറങ്ങുമ്പോൾ ചില മുളകൾ പൊട്ടുവാ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം വെളിപ്പെടണമേ. ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാൾ യേശു പറഞ്ഞു, ദാഹിക്കുന്ന ഏവന് എന്റെ അടുക്കലേക്ക് വരട്ടെ. തിരുവെടുത്ത് പറയുന്നത് പോലെ എന്റെ അകത്ത് വചനപ്രകാരം വിശ്വസിക്കുന്നവന്റെ ഉള്ളിലേക്ക് ഇന്ന് രാത്രി ഒരു ജീവജല നദി ഒഴുകട്ടെ. ഒരു അഭിഷേകത്തിന്റെ നദി ഇന്ന് രാത്രി ഒഴുകട്ടെ. ഒരു പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ. അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. കടന്നു വന്ന മക്കളെല്ലാം ദൈവം കാക്കണം. അവരുടെ കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, ദൈവസഭ മക്കളെല്ലാം എന്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. മലയടിയിലെ ദൈവ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗോശൻ ദേശം പോലെ ഈ പട്ടണത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. ഇന്ന് രാത്രി സ്വർഗം പ്രവർത്തിക്കണം. അടിയൻ ഒന്നുമല്ല, ആദ്യോടെന്താ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കണം. കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കുക. മഹത്വം പുകഴ്ച അങ്ങയ്ക്ക് കരയേറ്റുന്നു. പ്രാർത്ഥന മാനിച്ചതിന് നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം ഇന്ന് രാത്രി തൊട്ടുവച്ചു. എല്ലാ ദിവസവും ഞാൻ മുഖപുരകൾ പറഞ്ഞാൽ പോകുന്ന സമയത്തിൻ്റെ കുറവുകൊണ്ട് മിണ്ടുന്നില്ല. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം മത്തായി സുവിശേഷം. മത്തായി സുവിശേഷം AD 37 കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന മത്തായി എന്ന എഴുത്തുകാരിൽ കൂടി 28 അധ്യായങ്ങൾ, 1278 വാക്യങ്ങളാണ് മത്തായി സുവിശേഷം. പഴയ നിയമത്തിലെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അവസാനിക്കുന്നത് പ്രവചനത്തിൽ കൂടിയ. 1 സെക്കരിയാവ്, 2 മലാക്കി. അതിനുശേഷം 400 വർഷം ഇരുണ്ട കാലഘട്ടമെന്ന് പ്രവാചകന്മാർ, ബൈബിൾ പഠിതാക്കൾ പറയുമ്പോൾ പുതിയ നിയമത്തിലെ വരുമ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷത്തിന്റെ ഏടുകൾ മത്തായി സുവിശേഷം. 1 യേശു ക്രിസ്തുവിന്റെ ജനനം, 2 അവന്റെ ജീവിതം, 3 അവന്റെ മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്, 5 നിത്യജീവന്റെ മൊഴിമുത്തുകൾ. 5 കഥാപാത്രങ്ങളെ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നു. 1 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, 2 യേശുവിന്റെ അമ്മ മറിയ, അടുത്തത് സ്നാപക യോഹന്നാൻ, അടുത്തത് ഹേരോദാവ്, അടുത്തത് പീലാത്തോസ്. ഇത്രയും പേര് ഇതിനെ പരിചയപ്പെടുത്തുന്ന അധ്യായം 1 യേശു ക്രിസ്തുവിന്റെ വംശാവലി. എന്താ വംശാവലി? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14, 42 വംശത്തിന്റെ വംശാവലി. അധ്യായം 1. അധ്യായം 2 ഒരു പൈതലായ യേശു ഭൂതലത്തിൽ ജനിക്കണം. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രക്തം ചിന്താതെ വിമോചനമില്ലെങ്കിൽ ലോകത്തിന്റെ മധ്യപകുതിയായ ബേത്ലഹേമിൽ യേശു ജനിച്ചു. അവൻ മാതാപിതാക്കളെ നടുവിൽ വളർന്നു. 30ാമത്തെ തിരുവയസ്സിൽ സ്നാപക യോഹന്നാൻ യേശു സ്നാനമേറ്റു. യേശു സ്നാനമേറ്റിട്ട് അത് 33 തിരുവയസ്സിൽ
വയസ്സിൽ പരമയാഗമാകുന്നതിന് മുമ്പ് തലയാഴ്ച ഒരു പ്രഭാഷമുണ്ട്. ആ പെരുന്നാൾ ഓശാന പെരുന്നാൾ. യഹൂദനോടുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട 7 പെരുന്നാളുകളുണ്ട്. 1 ഓശാന പെരുന്നാൾ, 2 കൂടാര പെരുന്നാൾ, 3 കാഹളനാദ പെരുന്നാൾ, 4 പെന്തക്കോസ് പെരുന്നാൾ, 5 ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, 6 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 7 അടുത്ത ഒരു പെരുന്നാൾ. 7 പെരുന്നാൾ യഹൂദനോടുള്ള ബന്ധത്തിലുണ്ട്. അങ്ങനെ 7 പെരുന്നാളുകളിൽ ഒരു പെരുന്നാളായ ഓശാന പെരുന്നാളിൽ യേശു വരുന്നു. എവിടത്തേക്ക് വരുന്നു? പട്ടണത്തിലേക്ക് വരുന്നു. എന്താ പട്ടണമെന്ന് പറയാമോ? പറയാം. അവൻ ഒലിവുമലയുടെ താഴ്വാരം. മത്തായി 21. അവൻ ഒലിവുമലയുടെ താഴ്വാരമെത്തി. കാൽവറിയിലെ ക്രൂശീകരണം നടക്കുന്നതിന് മുന്നോടിയായി താഴ്വാരമെത്തിയപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞ, മക്കളെ, എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിൻ്റെ കുട്ടിയെയും അഴിച്ചു കൊണ്ടുവരണം. അപ്പം നാട്ടുകാർ ചോദിക്കും, ഇതിന് ആവശ്യമുണ്ടോ? കർത്താവിനെതിരെ ആവശ്യമുണ്ട്. ഇതൊരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. ബൈബിൾ കൈകളിൽ തന്നെ വെച്ചോണം. യേശുക്രിസ്തു ജനിക്കുന്നതിന് 590 കൊല്ലം മുമ്പ് ഭക്തനായ സക്കരിയാവ് എഴുതി. സക്കരിയ പ്രവചനം 9:9. സിയോൻ പുത്രിയെ, നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക. യെരുശലേം പുത്രിയെ, നീ ആർപ്പെടുക. സിയോനിൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കി കൊണ്ടുവരും. ഇവിടെ ദൈവജനം ഒന്ന് ശ്രദ്ധിക്കണം. വനാന്തരത്തിൽ ഒരു കുഞ്ഞും കഴുതയോ അതിൻ്റെ കുട്ടിയും കിടക്കുക. 5 കാര്യങ്ങൾ കഴുതയുടെ പിൻപിൽ കാണും. 1, ഭർത്താവ് മരിച്ചതായിരിക്കാം. 2, ഡൈവോഴ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ 3, വഴികളും വാതിലുകളും അടഞ്ഞു. 4, അവരുടെ കഴുത്തിനകത്ത് ഒരു കയറ് കെട്ടി വനത്തിനകത്ത് മരത്തിൽ വേരോടെ ബന്ധിച്ചിരിക്കുക. 5, ഇനി മുന്നിൽ മരണം മാത്രം. ഇത്രയും കാര്യങ്ങൾ ഒരു കഴുതയുടെ പിൻപിൽ. അത് മറ്റൊരു പ്രസംഗമാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ദാസന്മാർ വനാന്തരത്തിൽ വന്നു. 5 പ്രതികൂലത്തിൻ്റെ കാറ്റ് ആ കുടുംബത്തിന് മേൽ അടിച്ചപ്പോൾ 5 അനുകൂലമായ മറുപടി കൊടുത്തു. കഴുതയെ പുറത്തു കൊണ്ടുവന്നു. 1, അതിൻ്റെ കയറുകളെ അറുത്തു. 2, രക്ഷയുടെ വസ്ത്രം വിതറി. 3, കഴുതയെ കാട്ടിന് പുറത്ത് കൊണ്ടുവന്നു. 4, കഴുതയുടെ മരണം കാണാൻ കൊതിച്ചിരുന്ന പട്ടണത്തിൽ കൂടി കഴുതയുടെ പുറത്ത് നാഥൻ വാഹനമേറി പട്ടണത്തെ ഇളക്കുന്ന യുവനാർ. നസ്രയന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഓശാന. ആ യാത്ര എവിടെ ചെന്നു? യെരുശലേം ദൈവാലയത്തിൻ്റെ മുൻപിൽ ചെന്നു. മാതാവേ, പിതാവേ, തായെ, തകർപ്പനെ, തങ്കച്ചിയെ, തമ്പിയെ, നിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ച് ഏതൊക്കെ വനാന്തരത്തിൽ കിടന്ന് നാട്ടുകാരെഴുതി വെക്കുന്ന നീ പുറത്തു വരത്തില്ല. പക്ഷെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ദൈവത്തിൻ്റെ ദൂതന്മാർ കഴുതയുടെ കെട്ടടിക്കാൻ വന്നതുപോലെ എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ ഒറ്റയ്ക്ക് ഭവനത്തിനകത്ത് നിലവിളിച്ചാൽ ലോകം പറയും പുറത്തു വരത്തില്ലെന്ന്. അതിൻ്റെ നടുവിൽ എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം. നിന്നെ മരണം കാണുവാൻ പട്ടണം എഴുതി വെക്കും, മന്ത്രവാദി എഴുതി വെക്കും. അതിൻ്റെ നടുവിൽ കൂടി നിന്നെ പൊന്നുപോലെ നടത്തുന്ന ദൈവം. നിന്റെ തലമുറകൾ തകർന്നു കാണാൻ ദൂട്ട പിശാച് പദ്ധതി വെക്കുക. അതിൻ്റെ നടുവിൽ നിന്റെ തലമുറകളെ ഉയർത്തുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? നിന്റെ ജീവിതമാകുന്ന പടകിന് നേരെ പെരുങ്കാറ്റും കൊടുങ്കാറ്റും ഈശാനുമൂലനും മാറി മാറി അടിച്ചാൽ ഇന്ന് രാത്രി സിസ്റ്റർ നീ പതറരുത്, ബ്രദർ നീ തളരരുത്. നിന്റെ ഉള്ളം കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. അന്ത്യ മിനിറ്റുകളിൽ നിനക്ക് വിടുതൽ തരുക. ലാസ്റ്റ് മോമെന്റിനകത്ത് നിന്റെ പ്രശ്നത്തിനകത്ത് പരിഹാരം തരുക. ഇന്ന് രാത്രി കഴുതയുടെ കണ്ണീരിനകത്ത് ഇറങ്ങിയ ഒരു കരം ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ അവസാന രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെടും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? കാരാഗ്രഹത്തിനകത്ത് കിടന്ന യോസഫിനെ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ടിരുത്തുവാൻ ഒരു കർത്താവുണ്ടെങ്കിൽ 1000 ആണ്ട് ശാപത്തിൽ കിടന്ന രൂത്തിന് ബോവസിന്റെ വയലിനകത്ത് ഇറക്കുവാൻ ഒരു സർവശക്തനുണ്ടെങ്കിൽ സിംഹക്കുഴിക്കകത്ത് കിടന്ന ദാനിയേലിനെ പൊക്കിക്കൊണ്ട് ഇറാഖിലെ ചീഫ് സെക്രട്ടറി ആക്കുക സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ ഈ ഞായറാഴ്ച രാത്രി പറയണ ആ കരം തളർന്ന കരമല്ല. വിശ്വസിച്ചാൽ എൻ്റെ കുടുംബത്തിലും ആ കരത്തിന്റെ വല്ലഭത്വം വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹബക്കൂക്കിനോട് ചേർന്ന് ഇന്ന് രാത്രി പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. അത് പരിസമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ കഴുത എവിടെ കൊണ്ടുപോയി? ദൈവാലയത്തിന് മുൻപിൽ കൊണ്ടുപോയി. ദൈവാലയത്തിൻ്റെ പ്രത്യേകത എന്തോ? യെരുശലേമിൻ്റെ ദൈവാലയമാണ്. ഒരു കഴുത വാഹനമൃഗമാണ്. ആ വാഹനമൃഗത്തെ ദൈവാലയത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ യഹൂദൻ എന്തോ ചെയ്യും? അതിനെ കഴുത്ത് ഞെരിച്ച് താഴേക്ക് വലിച്ചു കളയും. സ്വോത്രം. പക്ഷേ ഇന്ന് പകൽ കഴുതയെ ആരും തൊട്ടില്ല. എന്താ പ്രത്യേകത? കഴുതയുടെ പുറത്തൊരുത്തൻ യാത്ര ചെയ്തു. അണ്ടകടാകത്തെ സൃഷ്ടിച്ചവർ, ആകാശ നക്ഷത്രങ്ങൾ ഉരുവാക്കിയവർ, സൂര്യനെയും ചന്ദ്രനെയും ഉളവാക്കിയവർ, ഇന്നത്തെ പ്രപഞ്ചത്തെ ഉളവാക്കിയ സർവശക്തന്റെ പുത്രൻ യാത്ര ചെയ്ത കഴുതയെ തൊടുവാൻ ഒരു കുഞ്ഞിനും കഴിഞ്ഞില്ല. ഇന്ന് രാത്രി വചനമേറ്റെടുക്കണം. ലോകം പറയും നിന്റെ തലമുറ രക്ഷപ്പെടത്തില്ല. നാട്ടുകാർ പറയും നിന്റെ തലമുറ വെളിനാട്ടിൽ പോവത്തില്ല. നാട്ടുകാർ പറയും നിന്റെ തലമുറ രക്ഷപ്പെടത്തില്ല. ആരൊക്കെ നിന്നെ തള്ളിയാലും ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ദൈവത്തിന് നിന്നെ പറ്റി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈശായുടെ കുറ്റിയിൽ ഒരു മുള പൊട്ടി
പൊട്ടിപ്പുറപ്പെടും. അവൻ്റെ പേരാ ദാവീദ്. 8 കുഞ്ഞുങ്ങൾ യെശയ്യായ്ക്ക് കിട്ടി. അതിൽ 8-മത്തവനാ ദാവീദ്. ദാവീദിൻ്റെ പ്രത്യേകത എന്താ? പഴയ നിയമം 7-ന്റെ ഉപദേശമാ, 7 അനുഗ്രഹിക്കപ്പെട്ട സംഖ്യ. പുതിയ നിയമം എഫേസ്യ ലേഖനം 7, വെളിപ്പാട് പുസ്തകം 7 കഴിഞ്ഞ് വരുന്നതിന് യഹൂദൻ പറയുന്ന അൺവാണ്ടഡ്, വേണ്ടാത്തവൻ സ്വോത്രം. അങ്ങനെ ഒരുവൻ ഉണ്ടായിരുന്ന ദാവീദ്. അവനെ കളിക്കാവുള്ള കോളേജിൽ വിട്ടില്ല, മാർത്താണ്ഡത്തിന് PhD എടുത്തില്ല. കുഞ്ഞറിയാറായപ്പോൾ കുറച്ച് ആടിനെ കൊടുത്ത് വനാന്തരത്തിനകത്ത് തൃപ്പരപ്പി വിട്ടു. സ്വോത്രം. നാട്ടുകാർക്ക് അവനെപ്പറ്റി യാതൊരു പ്ലാനുമില്ല. വഴിയാധാരമായ ആധാറില്ല, ബാങ്കിലെ കാർഡില്ല, പാസ്പോർട്ടില്ല, ഒന്നും അവൻ ഉണ്ടായിരുന്നു. കാട്ടിനകത്ത് കാടികലക്കി ആട്ടിന് കൊടുക്കുമ്പോൾ ഉയരത്തിലേക്ക് നോക്കി കരമടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദാവീദിന് പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് പകൽ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആടിയുടെ ആഴങ്ങളിൽ കിടന്ന് വിശ്വാസത്തോടെ അചഞ്ചലമായി കാട്ടിനകത്ത് ആരുമില്ലാതിരുന്നപ്പോൾ അപ്പന്റെ ആടുകളെ പിടിക്കുവാൻ വന്ന സിംഹത്തെയും കരടിയെയും തകർത്തുകൊണ്ട് അഭിഷേകത്തോടെ കരമടിച്ച ദാവീദിനെ പറ്റി ദൈവത്തിനൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയണം, നിന്റെ ഒഴുക്കുകൾക്ക് നേരെ തൊട്ടപ്പിശാച് ബൗണ്ടറി കെട്ട, നിന്റെ അപ്പനും അമ്മയും ബൗണ്ടറി കെട്ട, നിന്റെ ചേട്ടന്മാർ നിനക്കെതിരെ നിന്നിരിക്കുക. എന്നാൽ ആത്മാവിൽ കരമടിച്ച് ആരാധിക്കുന്ന ദാവീദ്, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അന്തപുരത്തിനകത്ത് നിന്നെ കൊണ്ടിരുത്തുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വോത്രം, സ്വോത്രം. ആരാ? യെശയ്യായുടെ വീട്ടിൽ ഒരുവൻ വന്നു. ശമൂവേൽ ഇസ്രായേലിൻ്റെ 2-മത്തെ രാജാവായി അഭിഷേകം ചെയ്യാൻ വന്നിരിക്കുക. യെശയ്യായി പിള്ളേരെല്ലാം കുടിപ്പിച്ചു. തമിഴ്നാട്ടിലെ സിനിമ വിജയ് അണ്ണൻ്റെ കണക്ക് എല്ലാത്തിനെയും കൊണ്ടിരുത്തിയേക്കുക. സ്വോത്രം. ഉടനെ ശമൂവേലിനോട് സ്വർഗം പറഞ്ഞു, എവനെ ഒന്നും കണ്ടിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഞങ്ങളെപ്പോലെ ഊളിയം ചെയ്യുന്ന ബോധകരാണ്. പെരിയ കവർ കിട്ടിയ അവൻ്റെ തലയിൽ കൈവെക്ക്. സ്വോത്രം. ശമൂവേൽ നല്ല ഒറിജിനൽ പ്രവാചകനാ. അന്നയമ്മച്ചി ആലയത്തിൽ കരഞ്ഞപ്പോൾ സ്വർഗം കൊടുത്ത പൈതലാ ശമൂവേൽ. ശമൂവേലിനോട് സ്വർഗം പറഞ്ഞു, എവനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ശമൂവേൽ യെശയ്യായോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിനക്ക് വേറെ വല്ല പിള്ളை இருக்குது? அப்போ യെശയ്യായി പറഞ്ഞ, ഒരു പിള്ളை இருக்குது, யாருமே தெரியாத അവൻ വനാന്തരത്തിൽ ആർക്ക് കന്നാലിക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക. ഉടനെ ശമൂവേൽ പറഞ്ഞു, അവൻ വരാതെ ഇവിടെ യാഗം നടത്തത്തില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? പ്രോമിസ് ഉള്ളവനെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. സഹോദരൻ, നിന്റെ PhD ദൈവത്തിന് വേണ്ട, നിന്റെ ഡോക്ടറേറ്റ് ദൈവത്തിന് വേണ്ട, നിന്റെ ബൈബിൾ കോളേജിലെ ബിരുദം ദൈവത്തിന് വേണ്ട. അതൊക്കെ ഇവിടെ ഉള്ളതാ. എന്നാൽ അകത്ത് അഭിഷേകത്തോട് വനാന്തരത്തിനകത്ത് കരമടിച്ച് ആരാധിച്ച് പിശാചിനായ കാട്ടുമൃഗങ്ങളോട് പോരാടുക. ദാവീദിന്റെ കരങ്ങളിനകത്ത് ദൈവശക്തി ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി നീ ആരാധിക്കാൻ തയ്യാറായ നിന്റെ കുഞ്ഞുങ്ങളെ മണിമേടക്കകത്ത് കൊണ്ടിരുത്തുക. ചില ചൗലുമാരുടെ കസേരകൾ മാറുമ്പോൾ ചില ദാവീദുമാരെ കാട്ടിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ഏത് സംഹാരകൻ നിനക്കെതിരെ കയറി വന്നാലും ഇന്ന് രാത്രി അരമുറുക്കി കാച്ച കെട്ടിക്കൊണ്ട് അവനെതിരെ പോരാടുക. ഇന്ന് രാത്രി എൻ്റെ മേലൊരു അഭിഷേകം പകരുന്ന രാത്രിയാ. This is the present moment, a special anointing this Sunday. ഇന്ന് രാത്രി ദാവീദിന്റെ കരത്തിനകത്ത് ഇറങ്ങി അഭിഷേകത്തിന്റെ വല്ലഭത്ത് നിന്റെ മേൽ വ്യാപരിക്കുമെങ്കിൽ പട്ടണങ്ങളെ കടക്കുക, രാജ്യങ്ങളെ പിടിച്ചടക്കുക, ഉന്നതന്മാരെന്ന കസേരകളിൽ ഇരിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി വെളിപ്പെടും. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുവാൻ കഴിയും? ആരൊക്കെ നിനക്കെതിരെ നിന്നാലും, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും, മലയടി ചേട്ടന്മാർ തള്ളിക്കളഞ്ഞാലും, നാട്ടുകാരുടെ സപ്പോർട്ട് നിനക്ക് വേണ്ട. എന്നാൽ ആരാധിക്കുന്നവനെ ഉയർത്തുക. ഓഹോ, ഇന്ന് രാത്രി വചനം ഏറ്റെടുത്താട്ട് ആരാധിക്കുന്നവനെ ഉയർത്തുക. കാട്ടിനകത്ത് ദാവീദിന്റെ കരത്തെ പിടിക്കുക. ഒരു കരമിറങ്ങിയെങ്കിൽ ഈ 2021 ജൂലൈ മാസം പറയണം, എൻ്റെ തലമുറകളെ തൊടുക. ഒരു കരം ഉയരത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുക. എൻ്റെ കുഞ്ഞുങ്ങളെ തൊടുക. ഒരു കരം ഉയരത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുക. എൻ്റെ കുഞ്ഞുങ്ങളെ കൊട്ടാരത്തിനകത്ത് ഇരുത്തുക. എൻ്റെ ആരാധനയുടെ നടുവിൽ ഇറങ്ങി വരുന്ന മഹാദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുക. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പിശാചി നടുക്കട്ടെ, മന്ത്രവാദി നടുക്കട്ടെ, ആ വിചാരക്കാരൻ നടുക്കട്ടെ. അവന്റെ കോട്ടകൾ ഇന്ന് രാത്രി തകരട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ കഴിയും? സെരുബ്ബാബേലേ, നിന്റെ മുമ്പിൽ ഒരു പർവ്വതമുണ്ടെങ്കിൽ അതിനെ സമതല ഭൂമിയാക്കുക. സർവശക്തന്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകത്തോടെ പറ, ഒരു ടൈം എനിക്ക് വെച്ചിട്ടുണ്ട്. ദൈവം ഒരു ടൈം എൻ്റെ തലമുറയ്ക്ക് വെച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും വനാന്തരത്തിനകത്ത് കടക്കാനല്ല, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു ചെയർ ഒരുങ്ങുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നു? ഹല്ലേലൂയ. തേനിനേക്കാളും തേൻകട്ടേക്കാളും ഇരുവായ്ത്തലയുള്ള വാളിൻ്റെ ശക്തിയേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി പറയണം.
എൻ്റെ പരിധികളെ മാറ്റുന്ന ദൈവമുണ്ട്. എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാലും ദാവീദിൻ്റെ പിൻപിൽ ഒരു കരം ഇറങ്ങി വന്നതുപോലെ 2023 തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന മാതാവേ, പിതാവേ, നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ മതി. എത്ര പേർക്ക് ദൂതേറ്റെടുക്കാൻ കഴിയും? എല്ലാ കാലത്തും വനാന്തരത്തെ കാടി കലക്കി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ചില ശൗലുമാരുടെ കസേര പോകുമ്പോൾ നിന്റെ തലമുറയെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവരുത്. കൈക്കകത്ത് വടിയും കോലും കൊടുപ്പാ കൂരിരുൾ താഴ്വരെ കൂടെ നടന്നാലും എന്നെ കൈവിടാത്തൊരു ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങൾ അവസാന രാത്രി പരാജയത്തോടെ പോകരുത്. ജീവിതം തകരുമെന്ന് നാട്ടുകാർ പറയും, ജീവിതം പകരുമെന്ന് മെഡിക്കൽ സയൻസ് പറയും, ഡോക്ടർ പറയും നെവർ നെവർ. എന്നാൽ അതിൻ്റെ നടുവിലും പറയണം, ഈ ജീവന്റെ വചനമെടുത്ത് മലയടിക്കകത്ത് രാവും പകലും കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് കണ്ണുനീരിൻ്റെ നിറവ്, എൻ്റെ വീട്ടിനകത്ത് കരഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി, എൻ്റെ കുഞ്ഞിൻ്റെ നന്മ എൻ്റെ കരങ്ങളിൽ വന്ന് കാണുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദുഷ്ടപിശാച് ഇന്ന് രാത്രി നടക്കട്ടെ. ചില ഓപ്പർച്യൂണിറ്റികൾ തലമുറകളിലേക്ക് വരട്ടെ. ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് നന്മ വരട്ടെ. പുറം നാട്ടുകളിലേക്ക് പോകാനുള്ള വഴികൾ തുറക്കട്ടെ. ചില അഡ്മിഷനുകൾ പരിശുദ്ധാത്മാവ് യോഗം അവസാനിക്കുമ്പോൾ തുറക്കട്ടെ. ചില വിവാഹങ്ങൾ നാളുകളായി തടസ്സമായി നിന്ന ചില വിവാഹങ്ങൾ ഈ ദിനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കരമിറങ്ങട്ടെ. ഇന്ന് രാത്രി തലമുറകൾക്ക് തടസ്സമായി ഹല്ലേലൂയ നിന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി ദാവീദിനെ തൊട്ട കാട്ടിലെ കരം ഇന്ന് രാത്രി ഇതിൻ്റെ മേൽ വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ 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 ഞങ്ങളാരും ഇന്ന് രാത്രി ഇറങ്ങി വരണ്ട. വചനം ഏറ്റെടുത്ത് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദാസർ ബോധകർ പറയുന്നത് വചനമെങ്കിൽ ആ വചനം എൻ്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ചലിച്ചാൽ ഇന്ന് രാത്രി എനിക്ക് വിടുതൽ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. തീർന്നില്ല മക്കളെ. യേശു അവിടെ വന്നു ഓശാന പെരുന്നാളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടത്തി. പ്രഭാഷണം കഴിഞ്ഞു. മത്തായി 24:1-2 യേശു ദൈവാലയം വിട്ടു പോകുന്നു. ശിഷ്യന്മാർ ആലയത്തിൻ്റെ പണി കാണിച്ചു. ഇന്നലെ ഞാനതെല്ലാം പറഞ്ഞല്ലോ. യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ചേച്ചിപ്പാതെ ഇടിഞ്ഞു പോകും. തീർന്നില്ല. മത്തായി 24:3-4-5 അവൻ വൈകിട്ട് ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് ചെന്ന്, യേശുവേ, ചില കാര്യങ്ങൾ നീ പറഞ്ഞു. നിന്റെ പ്രഭാഷണങ്ങളെല്ലാം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നിത്യജീവൻ്റെ മൊഴിമുത്തുകൾ. ഇന്ന് പ്രഭാതത്തിൽ സഭയ്ക്കകത്ത് പള്ളിക്കകത്ത് ഒരു പ്രഭാഷണം നടത്തി. ഉലകം അവസാനിക്കും, നിന്റെ വരവ്. അതിൻ്റെ പ്രത്യേകത യേശുവിനോട് ചോദിച്ചു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിൻ്റെ അവസാനത്തിന് അടയാളം എന്തെന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ ഈ യോഗത്തിൻ്റെ പരമ്പര തന്നെ കർത്താവിൻ്റെ വരവാ. യേശു പറഞ്ഞ 4 മറുപടി. മത്തായി 24:32 33 34 അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ ഇസ്രായേൽ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ എതിർക്കസോ. ആകാശവും ഭൂമിയും ഒഴി എല്ലോയും മാങ്കോയും പൈനാപ്പിളും ഇവിടെ വരും. അതുപോലെ ഇന്ന് രാത്രി ഒരു ഏകലേഖവും മതം ഇന്ന് രാവിലെ ഞാൻ വരച്ചു കാട്ട്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. അതിൻ്റെ ബാക്കി ഭാഗം മത്തായി 24 യേശു പറഞ്ഞു, യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും, ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട്, ക്ഷാമം ശ്രീലങ്കയിലും ഇന്ത്യയിലും, അതുപോലെ ഭൂകമ്പം എല്ലാ സ്ഥലത്തും, മഹാവ്യാധി, H1N1, ഇതെല്ലാം ഈറ്റ് നോവിൻ്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നല്ല, ലേബർ പൈനെ തുടങ്ങിയിട്ടുള്ളൂ, ഡെലിവറി ആയിട്ടില്ല. സ്വോത്രം. അതാ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ. കടക്കാം യുദ്ധങ്ങളിലേക്ക്. ലോക ചരിത്രം 1900 ശേഷം മാത്രമുള്ള യുദ്ധങ്ങൾ പറയാം. 1905 ജപ്പാൻ എന്ന് പറയുന്ന രാഷ്ട്രം റഷ്യയെ തോപ്പിച്ചു. 1ാമത്തെ യുദ്ധം. 2 നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. 1914 മുതൽ 17 വരെ അടുത്ത ലോകമഹായുദ്ധം. 1ാം ലോകമഹായുദ്ധം. 5 ലക്ഷം പേർ മരിച്ചു. 3ാമത്തെ യുദ്ധം 1939 മുതൽ 45 വരെ. 2ാം ലോകമഹായുദ്ധം 5.5 കോടി. 1957 പലസ്തീൻ ഇസ്രയേൽ സംഘടന. 1967 അറബ് ഇസ്രയേൽ വാർ. 71 ഇന്ത്യ ചൈന യുദ്ധം. 80 മുതൽ 90 വരെ ഇറാൻ ഇറാഖ് യുദ്ധം. 90 കുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ചു. ബൈബിൾ ക്ലിയർ. ആ ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിന് ശേഷം കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ളൊരു ശാന്തത ലോകം കണ്ടു. എന്നാൽ കോവിഡിൻ്റെ മറവിൽ 2022 ഫെബ്രുവരി മാസം 24-ാം തീയതി മുതൽ ഇന്ന് 1 വർഷവും 4 മാസവുമായി ഒരു യുദ്ധം നടക്കുന്ന. എല്ലാ ദിവസവും ചാനൽ ടെലിവിഷനകത്ത് അതിൻ്റെ പേര് റഷ്യ ഉക്രൈൻ യുദ്ധം. ഇതെവിടെ ചെന്ന് തീരും? 1 വർഷം 4 മാസം. എന്തിന് റഷ്യ ഉക്രൈൻ യുദ്ധം? ഇനി ശ്രദ്ധയോടെ ഇരിക്കണം. അല്പചരിത്രത്തിലേക്ക്, വിജ്ഞാനത്തിലേക്ക്. ലോകത്തിലെ 2 വൻശക്തികൾ. ഒന്ന് അമേരിക്ക, അവൻ്റെ പേര് നാറ്റോ സഖ്യം. 2ാമത്തെ മറ്റൊരു ശക്തിയാ റഷ്യ. ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്, 2 USSR. ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്ക ലോക പോലീസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നത്തെ റഷ്യ
ഇന്നത്തെ റഷ്യയിൽ 1987 ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിൻ്റെ പേര് മിഖായിൽ ഗർബച്ചോവ്. കേൾക്കണം, കഥയും ചരിത്രവും വിജ്ഞാനവും. മിഖായിൽ ഗർബച്ചോവ് വന്നപ്പോൾ അവിടുത്തെ ഭരണാധികാരിയോട് ആൾക്കാർ പറഞ്ഞു, ജനം കൂടുന്നു, ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്, ഭക്ഷണം കിട്ടാതെ വരും, മരുന്ന് കിട്ടാതെ വരും, അങ്ങനെയെങ്കിൽ ഈ റഷ്യയെ വെട്ടിമുറിക്കണം. അതിൻ്റെ പേരാ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് മുഴുവൻ അറിയാം, ഗ്ലാസ് ടെസ്റ്റ് പെരിസ്ട്രോയിക്ക. കമ്മ്യൂണിസ്റ്റ് റഷ്യയെ 91 കർത്താവ് വെട്ടിമുറിച്ചു. എത്രയായി? 15 വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബെലാറസ്, അർമേനിയ, ജോർജിയ, ചെച്ചിനിയ, ക്രിമിയ, സൈബീരിയ. ഇതാ 15 ബൈബിളും പ്രവചനവും. മുന്നോട്ട് പറഞ്ഞുതരാം, ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യമില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നത്തെ റഷ്യയുടെ പ്രശ്നം കേൾക്കണം, ഇന്നത്തെ റഷ്യയുടെ പ്രശ്നം, റഷ്യയുടെ പണക്കുറവ്, ആണവായുധത്തിൻ്റെ ബിസിനസ് കുറവ്, ഇതെല്ലാം വന്നപ്പോൾ അവൻ ആദ്യം ഒരു പടി വെച്ചു. 2008 റഷ്യ ഒരുവനെ കയറി കയ്യിൽ പിടിച്ചു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുന്ന ഏറ്റവും നിർണായകമായ സ്ഥലമാണ് ജോർജിയ, അത് അവൻ്റെ കസ്റ്റഡി കൊണ്ടുവന്നു. 2013 മാർത്താണ്ഡ ഫ്ലൈ ഓവർ പിടിച്ചോലെ ക്രിമിയ പിടിച്ചു. അതിനുശേഷം ഇപ്പോൾ എന്തിന് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു? ഞാനൊരു രാഷ്ട്രത്തെയും കുറ്റം പറയത്തില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഉക്രൈനിൽ ഒരു പ്രസിഡന്റ് ഉണ്ട്, അവൻ്റെ പേരാ വ്ളാഡിമർ സെലൻസ്കി. സാധാരണ പുള്ളിയല്ല, അവൻ്റെ അമ്മ ഒരു യഹൂദ സ്ത്രീയാണ്. അവൻ അധികാരത്തിൽ വന്നത് 2013 വന്ന ഉടനെ ഈ ഉക്രൈൻകാരൻ അമേരിക്കയ്ക്ക് ഒരു കത്ത് കൊടുത്തു, ഞങ്ങളെ നാറ്റോയിൽ എടുക്കണം. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ ബരാക് ഒബാമ. സ്വോത്രം. അവൻ പറഞ്ഞ് നടക്കത്തില്ല, നിന്നെ എടുക്കത്തില്ല. ഈ ഉക്രൈനെ അമേരിക്ക എടുക്കാതിരിക്കാൻ 1971 ഒരു കരാറുണ്ട്. മലയാളിക്കാർ കേൾക്കണം, ഒരു രാഷ്ട്രീയക്കാരനും TV ചാനലുകാരനും അറിയത്തില്ല. ആ കരാറിൻ്റെ പേരാ ജോൺ എഫ് കെന്നഡി കരാർ. റഷ്യയും അമേരിക്ക ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ കരാറ് റഷ്യയുടെ പരിസരത്ത് ഒറ്റ രാജ്യങ്ങളെയും അമേരിക്കയുടെ നാറ്റോയിൽ കയറ്റത്തില്ല. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം, 1-2 മിനിറ്റാലും. എന്താ കാര്യം? ഈ റഷ്യയുടെ പക്കത്തൊരു രാജ്യത്തെ അമേരിക്ക പിടിച്ചാൽ അവർ റഡാർ കൊണ്ടുവെക്കും. റഡാർ കൊണ്ടുവച്ചാൽ റഷ്യയുടെ കാര്യങ്ങളെല്ലാം അമേരിക്ക ഊറ്റിയെടുക്കും. അതുകൊണ്ടാണ് ഇത് ചെയ്യാത്ത. ഇവിടെ തൊട്ടടുത്ത് ശ്രീലങ്ക നിങ്ങൾക്കറിയാം, അവിടെ ഒരു തുറമുഖമുണ്ട്, ഹമ്പൻതോട്ട തുറമുഖം. ഈ ഹമ്പൻതോട്ട തുറമുഖം ചൈനയുടെ 1500 കോടി മേടിച്ചിട്ട് ഈ ഹമ്പൻതോട്ട തുറമുഖം എന്തോ ഇതെന്നറിയാമോ? ശ്രീലങ്ക പണിഞ്ഞത്. ഈ അടുത്ത സമയത്ത് ചൈനയുടെ യുദ്ധക്കപ്പൽ യുവാങ് 5, ചൈനയുടെ ഏറ്റവും വലിയ കപ്പലാണ്, അത് ചൈനയിൽ ശ്രീലങ്ക വരാൻ തുടങ്ങി. ഇന്ത്യക്കാർ ഞെട്ടി. ഈ കപ്പൽ വന്നാൽ ഇതിൻ്റെ റഡാറ് ഹമ്പൻതോട്ടത്ത് കറങ്ങിയാൽ എന്തോ ചെയ്യും? കൂടംകുളം ആണവ നിലയം തീർന്നില്ല. അതുപോലെ കൽപ്പാക്കം, ചെന്നൈ, തിരുവനന്തപുരം എയർപോർട്ട്, ISRO, ഇതിലെ സന്ദേശം എല്ലാം വലിച്ചുകൊണ്ടുപോകും. ഇന്ത്യയുടെ നല്ലൊരു വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അദ്ദേഹം പറഞ്ഞു, കപ്പലിനെ വരുത്തരുത്. ശ്രീലങ്ക പറഞ്ഞു, ഞങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും, 1500 കോടിക്കാണ് പണി നടത്തിയത്. അപ്പോൾ ഇന്ത്യ മിണ്ടിയില്ല. കപ്പൽ വന്നു, ഇന്ത്യക്കാരൻ ചെറിയ പുള്ളിയല്ല. കപ്പൽ വന്നപ്പോൾ ഇന്ത്യ ഒരു സാറ്റലൈറ്റിനെ എവിടെ വിട്ടു? ഈ ഹമ്പൻതോട്ട തുറമുഖത്തിൻ്റെ മേളിൽ വിട്ടു. പിന്നെ കപ്പലിൽ നിന്ന് മൊബൈലില്ല, മിണ്ടുന്നില്ലല്ലോ, ഇൻ്റർനെറ്റ് അങ്ങ് കട്ടായി. സന്തോഷമില്ലല്ലോ. നമ്മുടെ ചേട്ടനും ചേച്ചി പറയുന്ന പോലെ റേഞ്ച് കമ്മിയാച്ച് സ്വോത്രം. അതുകൊണ്ടാണ് ഇന്ത്യക്കാരൻ. ആ വിദേശകാര്യ മന്ത്രിയുടെ പേരാ S. ജയശങ്കർ. ഇന്ത്യയുടെ കാര്യം നിയന്ത്രിക്കുന്ന മോഡി സാറല്ല, അമിത്ഷാ അല്ല, രാജ്നാഥ് സിംഗ് അല്ല. ഇന്ത്യയുടെ കാര്യം നിയന്ത്രിക്കുന്നതാണ്ട് ഇങ്ങനെ കനം കുറഞ്ഞ് ഇങ്ങനെ ഓടി നടക്കുന്ന S. ജയശങ്കർ. ഭയങ്കര ബുദ്ധിയാളുണ്ട് സ്വോത്രം. അതുകൊണ്ട് ഇന്നാൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം പാലത്തിൻ്റെ മേളിൽ കയറി ഇങ്ങനെ നോക്കിയപ്പോൾ തിരുവനന്തപുരത്തെ 3 CPM നേതാക്കൾ, കടകംപള്ളി ചേട്ടൻ, ശിവൻകുട്ടി, ആനാവർ ചോദിക്കുക, എതുക്കയ്യാ ഇങ്ക വന്നെന്ന്. സ്വോത്ര. ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞതാ, ഞാൻ ഇവിടെ നിൽക്കാൻ പോകുമെന്ന്. സ്വോത്ര. ഈ കേന്ദ്രത്തിന്, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, കേന്ദ്രത്തിന് ഈ കേരളത്തിലെ BJP-ക്കാർ തീരെ വിശ്വാസമില്ല. സ്വോത്ര. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ നിങ്ങളുടെ തമിഴ്നാട്ടിൽ നിർമ്മല സീതാരാമൻ ആയിരിക്കും തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ ജയശങ്കർ. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ചായ മേടിച്ചാണ് രാഷ്ട്രീയക്കാർ. ഇവിടുത്തെ BJP-ക്കാരെല്ലാവരും അവർ മാതൃ കണ്ടോ ചാടുമെന്ന്. സ്വോത്രം. അതുകൊണ്ട് കേന്ദ്ര മന്ത്രിമാരെ ഇറക്കാൻ പോവുക. അതുകൊണ്ടാണ് ജയശങ്കർ സാറ് പാലത്തിൽ വന്ന് ഹല്ലേലൂയ ഹോസന്ന പാടിയത്. സ്വോത്രം. ഞാൻ ഇവിടെ ഉണ്ടെന്ന്. സ്വോത്രം. ഇതൊക്കെയാണ് രാഷ്ട്രീയം. സ്വോത്രം. അദ്ദേഹം നല്ല ബുദ്ധിയുള്ളതാ. ഈ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ മുൻപിൽ വരത്തില്ല. എല്ലാ സമയവും വിദേശ രാജ്യങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് S. ജയശങ്കർ. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് ശ്രീലങ്കയെ ഒതുക്കിയത്. അതുപോലെ പ്രിയപ്പെട്ടവര്, റഷ്യയുടെ അതിർത്തിയിൽ ഹല്ലേലൂയ ഒരു അമേരിക്കയുടെ താവളം വരാൻ റഷ്യ സമ്മതിക്കത്തില്ല. ഉക്രൈൻ മിണ്ടിയില്ല. 2016 വീണ്ടും കത്ത് കൊടുത്തു. അന്ന് നമ്മുടെ ബരാക് ഒബാമയാ വൈറ്റ് ഹൗസിൽ കയറിയ മറ്റൊരു ഒബാമ, നമ്മുടെ ട്രംപ്, വായാടി ട്രംപായിരുന്നു. ആ ട്രംപിന് കത്ത് കൊടുത്തിട്ട് പറഞ്ഞ് ഞങ്ങളെ കൂടെ ചേർക്കണം.
അവർ പറഞ്ഞു നടക്കത്തില്ല പഴയ കരാർ. 2020 കോവിഡ് കാലത്ത് ജോ ബൈഡൻ ഇപ്പോഴത്തെ പ്രസിഡന്റിന് ആര് കത്ത് കൊടുത്തു? ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളെ ചേർക്കണം. പുള്ളി പറഞ്ഞു പറ്റത്തില്ല. അപ്പം റഷ്യ വിചാരിച്ചു യവൻ ഇന്ന് അസംബ്ലീസ് കൂടി നിന്ന് ചാടി ചർച്ച കൂടി കയറും, പിന്നെ IPC കയറും, പിന്നെ JS കയറും. യവൻ മതിലിയാടുമെന്ന് ആർക്കറിയാം? റഷ്യക്കറിയാം. അതുകൊണ്ട് ഇനി അവനെ വെച്ചുകൊണ്ട് കാര്യമില്ല. അന്ന് തുടങ്ങി അടിയ റഷ്യ ഉക്രൈൻ. ഇതിനകത്ത് രണ്ടാം ഭാഗം കേട്ടോണേ. എന്തിന് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു? നിങ്ങളെല്ലാം മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗോതമ്പ് രാഷ്ട്രമാ ഏതാണെന്നറിയാമോ? ഉക്രൈൻ. ഇന്നത്തെ ഒന്നാം രാഷ്ട്രം റഷ്യ. ആ ഉക്രൈൻ റഷ്യയുടെ കസ്റ്റഡി കിട്ടിയ ആഗോള വ്യാപകമായി ഗോതമ്പിൻ്റെ വില ആരുടെ കയ്യിലെത്തും? റഷ്യയുടെ കയ്യിലെത്തും. അന്ന് റഷ്യ ഉക്രൈനെ ആക്രമിച്ച തമിഴ്നാട്ടിലെ കാര്യം എനിക്കറിയത്തില്ല. കേരളത്തിലെ റേഷൻ കട ഗോതമ്പ് അന്നേ നിന്ന് സന്തോഷമില്ലല്ലോ. കേന്ദ്രത്തിന് പിടികിട്ടി, ഇനി ഗോതമ്പ് കൊടുത്തിട്ട് കാര്യമില്ല, കേരളത്തിൽ കിട്ടത്തില്ല. അന്ന് അടി തുടങ്ങിയപ്പോൾ. 2, ഉക്രൈനകത്തൊരു നദിയുണ്ട്. ആ നദിയുടെ പേരാ എന്താ? നിപ്പർ നദി. സുന്ദരമായ വെള്ളം. ഇവിടെ തൃപ്പരപ്പ് ഡാമിൽ കിട്ടുന്നെങ്കിൽ, അല്ലെങ്കിൽ ആറാട്ടുകുഴി കിട്ടുന്നതിലൊക്കെ മലയിൽ നിറങ്ങി വരുന്ന വെള്ളത്തെക്കാളും നല്ലൊരു വെള്ളം കിട്ടുന്ന നദിയാണ് നിപ്പർ നദി. ഈ നിപ്പർ നദിയിൽ വെള്ളം കിട്ടിയാൽ ലോകത്തെവിടെയും പമ്പ് ചെയ്ത് കുപ്പിക്കണക്കിന് കാശ് മേടിക്കാം. 2, ഇപ്പം റഷ്യയുടെ ആണവ നിലയം ആ ചൊർണോബ്, അത് തീ പറ്റി കട്ടപ്പുറത്തിരിക്കുക, വെള്ളറുടെ സ്റ്റാൻഡിൽ വണ്ടി ഇരിക്കുന്ന പോലെ. അപ്പോൾ ഉക്രൈൻ ഒരു ആണവ നിലയമുണ്ട്. ആ ആണവ നിലയത്തിൻ്റെ പേരാ സഫ്രോഷ്യ ആണവ നിലയം. ഇത് 3 കൈക്കലാക്കാൻ കഴിഞ്ഞ 1 വർഷവും 4 മാസവുമായി റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉക്രൈൻ തീരുമോ? എവിടെ തീരാനാ? ഉക്രൈൻ്റെ പ്രസിഡന്റ് ആരാ? ഒരു യഹൂദനാ. സ്വോത്രം. യഹൂദനെ വല്ലവർക്കും ഒതുക്കാൻ പറ്റുമോ? നിങ്ങൾക്കറിയത്തില്ലല്ലോ. പണ്ടൊരു ചേട്ടനുണ്ടായിരുന്നു, മോർദെഖായി. വല്ലവർക്കും അറിയാമോ? മോർദെഖായി കൊട്ടാരത്തിൻ്റെ വാതിക്കലിരുന്ന് ഹല്ലേലൂയ പറഞ്ഞ് പാട്ടുപാടി പ്രാർത്ഥിച്ചു. ഹാമാന് വല്ല ഇഷ്ടമായോ? ഹാമാൻ എന്തോ പറഞ്ഞു? മോർദെഖായിക്കെതിരെ പദ്ധതി വെച്ചു. തീർന്നില്ല. അതിനുശേഷം സകല യഹൂദന്മാർ അഹശ്വേരോശിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കൊല്ലാനുള്ള കൽപ്പനയും മേടിച്ചു. എന്നിട്ട് മോർദെഖായിയെ കൊല്ലാനായിട്ട് എല്ലായിടത്തും കൺവെൻഷൻ പോസ്റ്റർ അടിക്കുന്ന പോലെ കളിക്കാവിളയും പനങ്കാലയും മലയടി എല്ലാം മൂട്ട് കോണത്തെല്ലാം പോസ്റ്റർ ഒട്ടിച്ചു. എന്നിട്ട് കളിക്കാവിളെ ഒരു കഴിമരം ഉണ്ടാക്കി. സ്വോത്രം. ഇത് മൊബൈലിലെടുത്ത് നാട്ടുകാർക്കെല്ലാം പ്രയർ ഗ്രൂപ്പിൽ അയച്ചു കൊടുത്ത് അവനെ തീർക്കുമെന്ന്. സ്വോത്രം. എന്നിട്ട് ഉച്ചയ്ക്ക് വീട്ടിനകത്ത് ആര് വന്ന്? ഹാമാൻ വന്ന് ഫ്രൈഡ് റൈസും ചിക്കനും കഴിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുക. ഹാമാൻ്റെ അമ്മാമ്മ ഒരു നല്ല അമ്മാമ്മയായിരുന്നു, സേറസ്. അമ്മാമ്മ അച്ഛനോട് പറഞ്ഞു, ആവശ്യമില്ലാത്ത പണിക്ക് പോകല്ലേ, ആ മോർദെഖായി പൊട്ട തമ്പേറടിച്ച് അന്യഭാഷ പറയുന്ന അച്ഛൻ കുരുങ്ങിപ്പോകുമെന്ന്. സ്വോത്രം. ചില കാര്യങ്ങൾ ചേച്ചിമാർ പറയുന്നത് ചേട്ടന്മാർക്ക് കേട്ടാൽ നല്ലതാ. സ്വോത്രം. നമ്മൾ കുഴി വീഴത്തില്ല. എല്ലാം കേൾക്കാൻ പോവല്ല്. അങ്ങനെ എല്ലാം കേൾക്കാൻ പോയി ഒരുവനുണ്ട്, കേരളത്തിലെ സിനിമാ നടൻ ദിലീപ്. ചക്ക കൊടയുന്ന പോലെ കേൾക്കുമോ? സ്വോത്രം. അതുപോലെ എല്ലാ കാര്യവും കേൾക്കരുത്. ഇന്ന് പകൽ രാത്രി മനസ്സിലായിക്കോണം. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മാമ്മയുടെ വാക്ക് നിസ്കരിച്ചു. സ്വർഗത്തിലെ ദൈവം എസ്തേറിനെ കൊണ്ട് കാര്യം മാറ്റി, അകത്തളത്തിനകത്ത് രേഖ മാറ്റി എഴുതി. ഒരു ദിവസം രാവിലെ ഹാമാൻ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അഹശ്വേരോശ് പറഞ്ഞു, ബുക്കും പേപ്പറും എടുക്കാൻ പറഞ്ഞു. ഞാൻ ഒരാളെ ബഹുമാനിക്കാൻ പോവാ. ഉടനെ ഹാമാൻ വിചാരിച്ച് രാജാവ് ചെവി തലയണമന്ത്രം പറഞ്ഞത് എന്നെ അല്ലാതെ ആരെ ബഹുമാനിക്കാനാണ്. സ്വോത്രം. ആദ്യം പറഞ്ഞു ഒരു 5 ഏക്കർ ഭൂമി. ഉടനെ വെള്ളറുടെ 10 എഴുതി. പിള്ളേർ വളർന്നു വരുമല്ലോ. സ്വോത്രം. നെയ്യാറ്റിൻകര 2 കടമുറി എഴുതാൻ പറഞ്ഞു. 4 എണ്ണം എഴുതി. സ്വോത്രം. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് 2 എണ്ണം എഴുതി. സ്വോത്രം. അത് കഴിഞ്ഞ് പുതിയ ഇന്നോവ ക്രിസ്റ്റ വന്ന് അമ്മാമ്മയ്ക്ക് വന്നിരിക്കട്ടെ 1 രാജാവ് പറഞ്ഞ് 2 എഴുതി. ഈ എഴുതി കഴിഞ്ഞപ്പോൾ ഹാമാൻ ഒരു നെഞ്ചു വേദന. ആർക്കാ? രാജാവ്. ഉടനെ ഹാമാനോട് സ്വർഗം പറഞ്ഞൊരു ഈ അഹശ്വേരോശ് പറഞ്ഞത്, നമ്മുടെ പടിവാദക്ക് ഹല്ലേലൂയ പറയുന്ന ഉപദേശിക്കാന്ന്. സ്വോത്രം. അന്ന് അവൻ്റെ പാടാൻ തുടങ്ങി. സ്വോത്രം. പ്രാർത്ഥിക്കുന്നവനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. മിണ്ടുന്നില്ലല്ലോ. ഇന്ന് രാത്രി വചനം കേൾക്കണം. ഇന്ന് രാത്രി നിങ്ങൾ വചനം കേൾക്കണം. യഹൂദനെ തീർക്കാൻ പറ്റത്തില്ല. ആരാ കുരുക്കുണ്ടാക്കിയത്? ഹാമാനാ. പക്ഷേ അതിനകത്ത് ആരാ തൂങ്ങിയത്? ഇന്ന് പകൽ രാത്രി വചനമേറ്റെടുക്കണം. കുരുക്ക് ഹാമാൻ ഉണ്ടാക്കിയതാ. പക്ഷേ അതിനകത്ത് ആര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ആരാധിക്കുന്നവനെ തകർക്കുക, സ്തുതിക്കുന്നവനെ തകർക്കുക, പൊട്ട തമ്പേറടിച്ച് അന്യഭാഷ പറയുന്നവനെ തകർക്കുക. ഒരു ഭരണകൂടം എഴുന്നേറ്റാൽ, ഒരു ഉപപ്രധാനമന്ത്രി എഴുന്നേറ്റാൽ പ്രാർത്ഥിക്കുന്ന നിന്നെ തകർക്കുക സാമാന്യ ശക്തികൾക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി കുരുക്കുണ്ടാക്കിയത് ഹാമാന. പക്ഷേ അതിനകത്ത് ആര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി മലയടി കൺവെൻഷനകത്ത് അവസാന രാത്രി അച്ചായന്മാരും അമ്മാമ്മമാരും കുഞ്ഞുങ്ങളും പറയണം, ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല.
ഞാൻ ആരാധിക്കുന്ന ദൈവവൈതൽ. അതുകൊണ്ട് ലോകത്തിലെ രണ്ടാമത്തെ ശക്തിയായ റഷ്യ എത്ര കടന്ന് കട്ട പരിപാടി നടത്തിയിട്ട് പോലും ആരെ കൊല്ലാൻ പറ്റത്തില്ല? ഉക്രൈൻ്റെ പ്രസിഡന്റിനെ കൊല്ലാൻ പറ്റത്തില്ല. ഈ യുദ്ധം ഒരു അന്തിമ യുദ്ധത്തിലേക്ക്. അങ്ങനെയെങ്കിൽ ഇനി റഷ്യ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. വായിച്ചു തുടങ്ങാം പടിപടിയായി. എസെക്കേൽ പ്രവചനം 39:1-2 വാക്യങ്ങൾ. ഇനി വേഗത്തിൽ അങ്ങ് പോകും. എസെക്കേൽ 39:1-2 വാക്യങ്ങൾ വായിച്ചിട്ട് മാമേ. നീയോ മനുഷ്യപുത്ര ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആരാ ഗോഗ്? പണ്ട് കള്ളു കുടിച്ച ഒരു അപ്പച്ചനുണ്ടായിരുന്നു, നോഹയുടെ മക്കളാ ശേം, ഹാം, യാഫേത്ത്. യാഫേത്തിൻ്റെ തലമുറയിൽ ഒരു തലമുറയുണ്ട്. ഉൽപ്പത്തി 10:2 വീട്ടിൽ ചെന്ന് വായിക്കണം. മാഗോഗ്, അതാ മംഗോളിയൻ സാമ്രാജ്യം. ദാണ്ട പൊക്കം കുറഞ്ഞമാർ, കൊറിയക്കാർ, ചൈനക്കാർ, ഫിലിപ്പൈൻസുകാർ, യവന്മാരെല്ലാം ആയി പൊക്കം കുറഞ്ഞ മാഗോഗ്. ഈ മാഗോഗിൽ നിന്ന് ചാടിപ്പോയവനാ ഇന്നത്തെ റഷ്യ, ഗോഗ്. അതുകൊണ്ട് നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. വായിച്ചാട്ടടുത്തത് റോഷ് റഷ്യ, അടുത്തത് മോസ്കോ, ടൂബൽ, അതാ ഇന്നത്തെ സൈബീരിയയുടെ തലസ്ഥാനം ടുബാസ്കോ. പിള്ളേരെല്ലാം നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന വേൾഡ് ഹിസ്റ്ററിയായി പ്രസംഗിക്കുന്ന ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഈ റഷ്യ ഉക്രൈൻ നടന്നിട്ട് അവന് വിരോധമല്ലേ? ഇന്നത്തെ പുട്ടിന് തൂക്കിലേറ്റണമെന്ന് നാട്ടുകാർ പറയുന്നു. അത് കഴിഞ്ഞിട്ട് റഷ്യയിലെ പ്രശ്നം ഭയങ്കര വിഷയങ്ങളായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സകലരും റഷ്യക്ക് വിരോധമായി. അടുത്ത വാക്ക്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച്. മാർത്താണ്ഡം കളിക്ക് അവളെ വരാതെ മേൽപ്പുറം മേൽപ്പാല കള്ളവണ്ടി വെള്ളറടെ ഓടുന്നോല് 6 രാജ്യത്തിന്റെ നടുക്കൂടെ കൊണ്ടുവരും. ആ രാജ്യമാ താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. അപ്പം റഷ്യയെ വെട്ടിമുറിക്കുമെന്ന് സഖാവ് EMS അറിയത്തില്ല, AKG അറിയത്തില്ല, പിണറായിക്ക് അറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ഭക്തനായ ഒരു അപ്പച്ച് പ്രവാസത്തിൽ എസെക്കേലിനപ്പോൾ സ്വർഗം പറഞ്ഞു, നിന്നെ ഞാൻ 15 6 ഇതാ ദൈവത്തിൻ്റെ വചനം. യഹോവയുടെ പുസ്തകത്തിൽ തെരഞ്ഞാ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? ഞങ്ങൾ അതുകൊണ്ടല്ലേ വഴിവെക്കി ചങ്കീറി പ്രസംഗിക്കുന്നത്. സ്വോത്രം. എന്ന് രാത്രി 6 ശേഷിപ്പിച്ച്. അടുത്ത വാക്ക് വായിച്ചോട്ടെ മമ്മേ. നിന്നെ വടക്കേ അറ്റ സൈബീരിയ, സ്കെയിൽ എടുത്താൽ റഷ്യയുടെ വടക്കേറ്റ സൈബീരിയ, വടക്കേറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. കിടക്കുന്ന കരമുയർത്തിയാട്ടെ അന്തിമ യുദ്ധം റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. അതിന്റെ റൂട്ട് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ, കന്യാകുമാരി വണ്ടി വിട്ടിട്ടേ ഉള്ളൂ. നെയ്യാറ്റിൻകര ആയിട്ടില്ല. ഇനി ഒത്തിരി പോകാനുണ്ട്. ഇതാ ഗർഭിണിക്ക് പ്രസവവേദന പോലെ ഇരുട്ടുനോവിൻ്റെ ആരംഭം. ഇനി ഈ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുമോ? എസെക്കേൽ പ്രവചനം 38 7-8 വാക്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. അല്ല ഞാൻ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഭാഷ എന്തോ പറയുന്നത്. വായിക്കാം. എസെക്കേൽ പ്രവചനം 38 7-8 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഒരുങ്ങിക്കൊള്ളുക ഇസ്രായേലേ. അടുത്തത്, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. റഷ്യയുടെ കൂടെ കുറെ പേര് കൂടിയിട്ടുണ്ട്. ഒരുങ്ങിക്കൊള്ളുക. അടുത്തത്, നീ അവർക്ക് റഷ്യ ഇന്ന് മേധാവിയായിരിക്കുന്നു. ആർക്ക്? ഇതുവരെ നിങ്ങൾ കേൾക്കണം. ആ ഉച്ചകോടിയുടെ പേരാ ഷാങ്കായ് ഉച്ചകോടി. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഗൾഫിൽ പോയ പലരും ഉണ്ട്. സൗദി അറേബ്യ പണ്ട് ഇറാനുമായിട്ട് ഭയങ്കര ശത്രുതയായിരുന്നു. അവന്മാർ തങ്ങൾ കൈ കൊടുക്കത്തില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാങ്കായ് ഉച്ചകോടി, അതിൻ്റെ നേതാവ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാ. പക്ഷേ 4 രാജ്യങ്ങൾ കരം കൊടുത്തു. 1 ഇറാൻ, 2 സൗദി അറേബ്യ, 3 റഷ്യ, 4 ചൈന. എല്ലാത്തിലും ഫോട്ടോ ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ മേധാവിയായിട്ട് റഷ്യ. ഇവിടെ സൗദിയിൽ ബെന്നി ബ്രദറൊക്കെ ഇരിപ്പുണ്ട്. പണ്ട് ഇറാൻകാരനെ കണ്ടു കഴിഞ്ഞാൽ സൗദിക്കാർ ഗേറ്റ് പോലും തുറക്കത്തില്ല. ഇന്ന് സൗദി അറേബ്യയിൽ ഇറാൻ്റെ എംബസി തുറന്ന് അവർ കൈ കൊടുത്തു. റഷ്യ അതിന് സപ്പോർട്ട് ചെയ്യുന്നു. അന്തിമ ദിനം. വായിക്കാം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. ദാ കിടക്കുന്ന ഇസ്രായേൽ സന്ദർശിക്കപ്പെടാൻ പോവാ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും, കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന് നൈജീരിയ വരെ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. 5 വൻകരകൾ ചിതറിയ യഹൂദൻ മടങ്ങി വരും. അടുത്ത വാക്ക്, ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യം. വായിച്ചാട്ടെ. ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. റഷ്യയെ നീ ഒടുക്കം വന്നു ചേരും. അതിന്റെ അർത്ഥം ഇന്നത്തെ റഷ്യ ഉക്രൈൻ്റെ അവസാനമായിട്ട് ഒടുക്കം, ലാസ്റ്റ്, അറ്റർ മോസ്റ്റ്. ഇംഗ്ലീഷ്
മനസ്സിലാക്കണം. ഇനി ഇതൊന്നും ഇവിടെ ഒന്ന് പ്രസംഗിക്കത്തില്ല കേട്ടോ. അട്ടർമോസ്റ്റ് വന്നു തരും. അടുത്ത വായിച്ചാട്ടെ. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ആ ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ മതി അമ്മാമ്മ. നിരന്തര ശൂന്യം. 1948 മെയ് 14 വരെ അറബി ഒട്ടകം ഓടിച്ച് മൂങ്ങ മൂളിയ പാലും തേനും പോയിട്ട് ഒരു പുല്ലുമില്ലാത്ത ഒരു ദേശമായിരുന്നു ഇസ്രായേൽ. ഒടുവിൽ നീ ആ ദേശത്ത് വന്നു ചേരും. ആ യുദ്ധമാ റഷ്യ ഉക്രൈൻ അന്ത്യം വരാൻ പോകുന്നത്. ആ കാലമാ ഈ കോവിഡിന്റെ കാലം. അതുകൊണ്ടാ പൗലോസ്ലീഹ പറഞ്ഞു, റോമാലേഖനം വീട്ടിൽ ചെന്ന് വായിക്കണം, 11:15, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരെ ലോകം അംഗീകരിച്ചത് മരിച്ചവർ ഉയർക്കാറായി. എത്ര ക്ലിയർ ആണെന്ന് പറയാമോ? അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരെ ഉയർക്ക്. ഇസ്രായേലിനെ ആരംഗീകരിച്ചു? ആരംഗീകരിക്കാത്ത? ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇസ്രായേലുമായിട്ട്. സ്വോത്രം. അതുകൊണ്ടല്ലേ ചൈനക്കാരൻ കയ്യാലമാന്താൻ വരുമ്പോൾ മോഡി സാർ പറയുന്ന മര്യാദയ്ക്ക് എന്നില്ല അടി ഉറപ്പാന്ന്. സ്വോത്രം. കാര്യം എന്താണെന്നറിയോ? ഞാൻ സ്റ്റേജിൽ കയറി വെല്ലുവിളിക്കണമെങ്കിൽ എൻ്റെ ആരോഗ്യമല്ല, പിന്നെ 4 പേരുണ്ട്, ഞാനും വെല്ലുവിളിക്കും. സ്വോത്രം. അപ്പോൾ ഇന്ത്യയുടെ പിന്നിൽ ഇസ്രായേലാണ്. സ്വോത്രം. അതുകൊണ്ട് യഹൂദനെ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഞാൻ ഇന്ന് നാട്ടുകാരോട് പറയാം, ലോകത്തിൽ ഒരു പ്രസിഡന്റ് വന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എയർപോർട്ടിൽ പോകത്തില്ല. വൈകിട്ട് കാപ്പി കുടിക്കാനാ അവരുടെ പാലസി വരുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വന്നാൽ മോഡി സാർ എയർപോർട്ടിൽ പോവും. എന്നിട്ട് കരം പിടിച്ച് പറയും, തമ്പി ഒക്കാറെങ്കിൽ സന്തോഷമില്ലല്ലോ, അയ്യ വന്താ എന്ന്. സ്വോത്രം. ആരാ കാര്യമെല്ലാം നിയന്ത്രിക്കുന്ന? മേരാ ബായി ആകെയാന്നാ ഹിന്ദി പറയുന്ന കറിയാച്ചൻ തോമാച്ച. സ്വോത്രം. ഇവിടുത്തെ BJP-ക്കാർ കേൾക്കട്ടെ, എല്ലാം ഇസ്രായേലിൻ്റെ ടെക്നോളജിയാണ് ഇന്ത്യയിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ കടന്ന് വെല്ലുവിളിക്കുന്നത്. അത്തി തളിർത്തു കൊമ്പിളതായി. സ്തോത്രം. അതാ യേശു പറഞ്ഞ അത്തി തളിർത്ത് കൊമ്പിളതായി. അതുകൊണ്ട് നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതം തീർന്നില്ല. അങ്ങനെയെങ്കിൽ കോവിഡിന്റെ മറവിൽ ലോകം 2 ചേരിയിലാവും. റഷ്യ ഉക്രൈൻ കോവിഡിന്റെ മറവിൽ ലോകം 2 ചേരിയിലായല്ലോ. ഒന്നാമത്തെ ചേരി റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്ന എന്തിനാന്നൊക്കെ പറയാം. ഒന്നാമത്തെ ചേരി വായിച്ചാട്ടെ. എസെക്കിയേൽ പ്രവചനം 38:5-6 വാക്യങ്ങൾ. ലോകം 2 ചേരിയിൽ. നാറ്റോ സഖ്യം അമേരിക്ക, റഷ്യൻ സഖ്യം വേറെ. വായിച്ചാട്ടെ മാമ. എസെക്കിയേൽ 38:5-6 വാക്യങ്ങൾ വായിക്കാം. അവരോടുകൂടെ ഒട്ടടിയാതെ പരിചയം തലക്കോരുകയും ധരിച്ച പാർസികൾ 2 രാജ്യങ്ങളാ. പാർസികളാ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ. പേർഷ്യൻ ഭാഷ. പാർസികൾ 2 എണ്ണമാ. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ. അടുത്ത വായിച്ചാട്ടെ. ഇവർ റഷ്യയുടെ കൂടാ. കൂശ്യർ ഇന്നത്തെ എത്യോപ്യ രാജ്യമാ കൂശ്യർ. അടുത്തത് പൂത്യർ ലിബിയ രാജ്യം. അടുത്തത് ഗോമേര. ഞാൻ ഇന്നലെ പറഞ്ഞത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരുത്തം മതിൽ ചാടും. സ്വോത്രം. IPC കാശ് കിട്ടുമ്പോൾ ഷാരോങ്കാരെ അങ്ങോട്ട് ചാടും. അങ്ങനെ ചാടുന്ന ഒരുത്തന ജർമ്മനി. സാടക്കുന്ന ഗോമേർ. യവൻ ചാടിയ 10 കൊമ്പ് റെഡി. ഇന്നലെയാ ഇതാ നിങ്ങളോട് പറഞ്ഞത്. ഗോമേര ജർമ്മനി. അടുത്ത വാക്ക് വടക്കേ. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും. അടുത്തത് ക്ലിയർ. അടുത്തത് വടക്കേ അറ്റത്തുള്ള ഗ്രഹം. അവന്റെ പേരാ തുർക്കി. സ്വോത്രം. അവനില്ലാത്ത കാര്യമുണ്ടോ? തുർക്കിയ എന്ന അറബ് ലീഗിൻ്റെ നേതാവ്. തുർക്കിയിലൊരു പ്രധാനമന്ത്രി ഉണ്ട്. അവൻ്റെ പേരാ തൊയ്ബ് എർദോഗൻ. അവൻ വന്നുടനെ ഒരു പള്ളി പിടിച്ചു. അതിൻ്റെ പേരാ ഹാഗിയ സോഫിയ. എല്ലാ പെന്തിക്കോസുകാരുടെ മൊബൈലും കണ്ടതാ. 400 വർഷം പഴക്കമുള്ള ഗ്രീക്ക് ഓർത്തഡോക്സിൻ്റെ പള്ളി പിടിച്ചു. 2ാമത്തെ പള്ളി അവൻ പിടിക്കാൻ പോയപ്പോൾ തുർക്കി ഭൂകമ്പം ഉണ്ടായി. അപ്പം അവന് പിടികിട്ടി, ഇനി പള്ളി പിടുത്തത്തിന് പോകണ്ടെന്ന്. കണ്ടോ? കർത്താവിൻ്റെ അടിക്കാൻ ഒരു വടിയുണ്ടോ? അങ്ങനെ ആരും കേട്ടിട്ടില്ല. സ്വോത്രം. കർത്താവിൻ്റെ അടിക്കാനൊരു വടിയുണ്ട്. നമ്മളെല്ലാം ഇന്ന് കേൾക്കുന്നത് ആശീർവാദം. അതല്ല, ദൈവവചനം ഇരുവായ്ത്തലുള്ള വാള. ഞാൻ നാടൻ ഭാഷയെ പറയാം. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് എൻ്റെ അമ്മച്ചി 2018 ഞാൻ ഇവിടെ പ്രസംഗിക്കപ്പെടുക. ഇവിടെ എല്ലാവരും ഉണ്ട്. എന്ന് സുഖമെല്ലാം അടക്കുക. സ്റ്റീവൻ ബ്രദറിൻ്റെ വീട്ടിലൊക്കെ ഞാൻ താമസിക്കുന്നത്. രാവിലെ സ്റ്റീവൻ ബ്രദറാണ് എന്നെ കൊണ്ടുവിടുന്നത്. എന്നിട്ട് അവിടെ പോയി അമ്മയ്ക്ക് വെള്ളം കൊടുത്തിട്ട് വൈകിട്ട് ഞാൻ പ്രസംഗിക്കാൻ പറ്റുന്നത്. എല്ലാം ഇവിടുത്തെ അറിയാം. 2018 എൻ്റെ അമ്മച്ചി പണ്ടത്തെ കാലത്ത് ഞങ്ങൾക്ക് സ്ഥലമുണ്ട്. കപ്പ നല്ല മരച്ചീനി പറിക്കും. ഞങ്ങളെല്ലാം എന്തോ ചെയ്യുമെന്നറിയോ? അരിയാനിരിക്കും. അമ്മച്ചി ആദ്യം അരിയുന്നതിൽ മന്ന. അമ്മച്ചി ഒരു ഇരുമ്പെടുക്ക് പടപടാ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. ആ ഇരുമ്പ് ഇടയ്ക്ക് മുതു ഒന്ന് ചൊറിയുമ്പം അത് വെച്ച് ചൊറിയുകയും ചെയ്യും. സന്തോഷമില്ലല്ലോ? അതുപോലെ ആ ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാള് ചൊറിയാൻ നല്ല പറ്റിയല്ല, പക്ഷേ വെട്ടുവാന്നേ നിന്നെ 2 പീസ് വാക്കും. സ്വോത്രം. ഇതാ കർത്താവിൻ്റെ കയ്യിൽ അടിക്കാൻ വടിയുണ്ടെന്ന് പറയുന്നത്. നമുക്ക് സന്തോഷമില്ലല്ലോ? നമുക്ക് കർത്താവിൻ്റെ അടിയെപ്പറ്റി അറിയത്തില്ല.
കിട്ടാതിരുന്നാൽ ഭാഗ്യ. സ്വോത്രം. ആദ്യം നിങ്ങളെയല്ല ഞങ്ങളെ അടിക്കുന്നു. സ്വോത്രം. പോതകരെയാണ് കർത്താവ് നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലായിക്കോണം, തുർക്കിയിലെ തൊയ്ബർദോഗൻ രണ്ടാമതൊരു കാര്യം ചെയ്തു. പള്ളി പിടിക്കാൻ നോക്കിയപ്പോൾ ഭൂകമ്പം ഉണ്ടായി. അവനാ എതിർ ക്രിസ്തുവിൻ്റെ നിഴൽ കാണിക്കുന്നു. ആരാണെന്നറിയാമോ? തൊയ്ബർദോഗൻ. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ വന്നു. അതുപോലെ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് പള്ളിപിടുത്തക്കാരൻ വന്നു. അവൻ്റെ പേരാ തുർക്കിയുടെ പ്രസിഡന്റ്. അവൻ റഷ്യയോട് നിൽക്കുന്നു. 4 നേതാക്കൾ ഇന്ന് കൈ കൊടുക്കുക. സൗദി അറേബ്യയിലെ പ്രിൻസ്, ഇറാനിലെ അഹമ്മദ് അൽ റൈസി, റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ ഷീ ജിൻപിങ്, തുർക്കിയിലെ ഭരണാധികാരി തൊയ്ബർദോഗൻ, ഇവർ കൈ കൊടുക്കുന്ന ഫോട്ടോ എല്ലാ മാധ്യമങ്ങളിലും വന്നെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്തെഴുതി അറബ് ലീഗും റഷ്യയും ചൈനയും ഒരുമിക്കും അന്ത്യദിനങ്ങൾ. അടിയുടെ കാര്യം ശരിയായില്ലയോ? നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഈ മലയാളിയിൽ ചേട്ടന്മാരും ചേച്ചിമാരും പറയും, എതുക്കയ്യാ இந்த மாதிரி பேசுது, കാലങ്ങൾക്ക് മുമ്പേ ബോധകരിന്ത് വന്ന് ഉലകത്തിൻ മുഴുവൻ കടസിക്കാല ചെയ്തികളും പറഞ്ഞ് ഒന്നും നടന്നില്ലെന്ന്. സ്വോത്രം. ഇത് അവസാനം മണിനാഥമായി കേൾക്കുന്നു. മാനസാന്തരപ്പെട്ടോണം. ചിലർ വിചാരിക്കുന്ന കാർ ഓടിച്ച് വീട്ടിലിരുന്ന് സിനിമയും കണ്ട് കന്യാകുമാരി വിവേകാനന്ദ പാറ പോയി സ്മൈലൻ ഫോട്ടോ എടുത്ത് ഇരിക്കാമെന്ന് പോയേ പറ്റൂ മക്കളെ. സ്വോത്രം. പറഞ്ഞുതരാം. കുവൈറ്റുകാർ ആരായിരുന്നു? നല്ല പെപ്സി നല്ല ചിക്കനും കഴിച്ച് വഴിയെ പോകുന്നവൻ്റെ തലേ കുപ്പി എറിഞ്ഞുകൊണ്ടിരുന്നതാണ്. സ്വോത്രം. ഒരു സുപ്രഭാതത്തിൽ സദാം ഹുസൈൻ കയറി ചേച്ചി 4-ാം ദിവസം കുവൈറ്റിലെ കോടിയുള്ള അറബികൾ എവിടെ കിടന്നെന്നറിയാമോ? മരുഭൂമിയിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ക്യൂ നിന്ന്. ബൈബിൾ കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. സ്വോത്രം. അതുകൊണ്ട് ആ സമയത്തിലും അസമയത്തിലും നിങ്ങൾ ഒരുങ്ങിയിരിക്കണം പ്രിയൻ്റെ വരവിന് വേണ്ടി. അതായി സുവിശേഷത്തിൻ്റെ ഏടുകൾ വായിക്കാം. അങ്ങനെയെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഞാൻ പരിചയപ്പെടുത്തി. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അത് കഴിഞ്ഞ് എത്യോപ്യ, ലിബിയ, അറബ് ലീഗ്, തുർക്കി. അപ്പോൾ ആരൊക്കെ യവനെതിരെ വരും? അഥവാ ഇന്ന് ഇസ്രയേലിൻ്റെ കൂടെ ആര് വരും? ഉക്രൈൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ഇസ്രയേലിൻ്റെ കൂടെ വരും. വായിക്കാം മാമേ. എന്തിന് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുന്നു? എസക്കേൽ പ്രവചനം 38-13 വാക്യം വായിച്ചാട്ട്. എസക്കേൽ 38-13 വാക്യം. എന്തിന് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുക? എസക്കേൽ 38-13 2-ാം ചേരി വായിച്ചാട്ടെ. ശബ എന്ന് പറഞ്ഞ ഇന്നത്തെ യമൻ രാജ്യം. യമൻ രാജ്യം സൗദിയുടെ ബോർഡറിൽ കിടക്കുക. അവിടുന്ന് ഹൂത്തി വിമതരെ സൗദി അടിച്ചുകൊണ്ടിരിക്കുക. സൗദിയിലുള്ളവർക്കറിയാം. അതുകൊണ്ട് അവൻ്റെ അടി തീർക്കാൻ വേണ്ടി അമേരിക്ക ഇറാഖിനെ ഒതുക്കിയാൽ യമനെ കയറി അടിച്ച് കയ്യിലാക്കും. ശബ. അടുത്തത് ദദാന. ഈ യമൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഏഡൻ. ആ ഭാഗം ഞാൻ തൊടുന്നില്ല. അതിലേക്കൂടെ റോഡ് പോന്നു. ആ റോഡിൻ്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഉണ്ടങ്കോടും വെള്ളറടയും വരുന്നുണ്ട്. അന്ന് ഇതിൻ്റെ ബാക്കി പറയാം. ദാണ്ട കിടക്കുന്ന ചൈനയുടെ സിൽക്ക് പാത. ഇത് പോകുന്നത് ചൈനയിൽ കൂടെ, പാകിസ്ഥാനിൽ കൂടെ, അഫ്ഗാനിൽ കൂടെ, ഇറാനിൽ കൂടെ, ഇറാഖിൽ കൂടെ. യമൻ, ഏഡൻ ദാ കിടക്കുന്നു. രണ്ടാമത്തത് 1 ശബ, 2 ദദാൻ. അടുത്ത വാക്ക് തർശീഷ് വർത്തകങ്ങൾ. ആരാ തർശീഷ് എന്ന് പറയുന്നത്? പണ്ട് ബൈബിളിലുണ്ട് തർശീഷ് വർത്തകന്മാർ. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രങ്ങളെയാ തർശീഷ് വർത്തകന്മാർ. ആരൊക്കെയാ? അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഗ്രേറ്റ് ബ്രിട്ടൻ. ഇവർ ഇത്രയും പേര് ഇന്ന് ഉക്രൈൻ്റെ കൂടെ നിൽക്കുക. ഇവർ ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുക. അടുത്ത വാക്ക് ജാതീയ സംഘടനമല്ല. എന്തിനു വേണ്ടി റഷ്യ ഇസ്രയേലിന്? അടുത്ത വാക്കൂടെ വായിച്ചോട്ടമ്മയെ. അതിലെ സകല ബാലസിംഹങ്ങൾ. ആരാ? ബാലസിംഹങ്ങളാ. ജപ്പാനും തൈവാനും. അവിടെ ഒരു സാമ്പത്തിക മാന്ദ്യയിൽ ഇഷ്ടം പോലെ കാശുണ്ട്. അവരെല്ലാം ഇന്ന് ഉക്രൈൻ്റെ കൂടെ നിൽക്കുക. ഇവരെല്ലാം ഇസ്രയേലിൻ്റെ കൂടെ ചേരും അന്ത്യകാലം. എന്നിട്ട് അവർ റഷ്യയോട് ചോദിക്കുന്ന വാക്യം വായിച്ചാട്ടെ. നീ കൊള്ളയിടുവാനോ? അടുത്തത് വന്നത്. അടുത്തത് കവർച്ച ചെയ്യുവാനും. കരം ഉയർത്തിയാട്ടെ. ഇത് ജാതി ആക്രമണമല്ല. ഇസ്രയേലിനെ ആക്രമിക്കുന്നത് കൊള്ളയിടുവാൻ, കവർച്ച ചെയ്യുവാൻ. ഇനി ഇന്നത്തെ കാര്യം ഒന്ന് ബ്രേക്ക് ചെയ്യാം. ഇന്ന് റഷ്യ യുദ്ധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടുത്തെ IFC കോഡ് പോയി, ബാങ്കുകൾ പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളെ റഷ്യ MBBSന് വിട്ടുകൊണ്ടിരുന്നത്. ഒറ്റ എണ്ണവും വിടുന്നില്ല. കാശെല്ലാം അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം പോയി. ഇപ്പം റഷ്യയിൽ സാമ്പത്തിക മാന്ദ്യം. അതുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് വില കുറച്ച് പെട്രോൾ കൊടുക്കുന്ന റഷ്യ. സ്വോത്രം. നമുക്ക് വില കുറവല്ലോ ഉണ്ടോ? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു രാഷ്ട്രീയക്കാർക്കും എതിരല്ല. 1 ലിറ്റർ പെട്രോളിൻ്റെ വില എത്ര? 55 രൂപ. 1 ലിറ്റർ ഡീസലിൻ്റെ വില 46 രൂപയുള്ളൂ. സ്വോത്രം. അതാ 100 ചില്ലാനം രൂപയ്ക്ക് കേന്ദ്രം അടിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷം ഇല്ലല്ലോ? സ്വോത്രം. ഉണ്ടോ? ഇന്ന് റഷ്യനാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ പെട്രോൾ കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വെറുത്ത് കഴിഞ്ഞു. റഷ്യ ആകെ പ്രശ്നത്തിലാണ്.
അതുകൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരുമില്ല. കേൾക്കണം, റഷ്യയിലെ മുതലാളിമാരുടെ പൈസ അമേരിക്കൻ ബാങ്കുകളില്ല. അമേരിക്കൻ ബാങ്കുകളിൽ ഈ പൈസ കിടക്കുന്നത് കൊണ്ട് പൈസ എടുക്കാൻ വയ്യ, ഫ്രീസ് ചെയ്തിരിക്കുക. ആകെ റഷ്യ കുഴങ്ങുക. അന്നേരം 23,000 കോടിയുടെ ഒരു കാർ പ്ലാന്റ് റഷ്യ റെഡിയാക്കാൻ വന്നതാ. അതെവിടെ വന്നു? തമിഴ്നാട്ടിൽ വന്നു. സന്തോഷമില്ലല്ലോ? സ്വോത്രം. പേപ്പർ ആരും വായിക്കത്തില്ലോ? പക്ഷേ ഇവിടെ പേപ്പർ ആരും വായിക്കത്തില്ല. തമിഴ്നാട്ടിൽ 23,000 കോടിയുടെ കാർ പ്ലാന്റ് വന്നു. എവിടെ വരണ്ടേ? റഷ്യയിൽ. കേരളത്തിൽ വരുമോ? കരമുയർത്തട്ടെ, അവന്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. അതിൻ്റെ പേരാ ക്രൂഡ് ഓയിൽ. സൗദി അറേബ്യയിലും ഇറാനിലും ഒന്നുമില്ല. അതിൻ്റെ 4 ഇരട്ടി എണ്ണ എവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? ഇസ്രയേൽ ഈജിപ്റ്റ് അതിർത്തി ഹൈവാ യാവാ ഗേറ്റിൻ്റെ അടുത്തൊരു ഗോത്രമുണ്ട്, ആഷേർ ഗോത്രം. ആഷേർ ഗോത്രം ആരാ? യേശുവിൻ്റെ അമ്മയുടെ പേര് മറിയാമ്മച്ചി. ആ മറിയാമ്മച്ചിയും വേറൊരു അമ്മാമ്മയും കൂടെ കൈ കൊടുത്തില്ലയോ? ആരാ? എലിസബത്ത്. അന്നേരം പിള്ള ഉള്ളത്തി തുള്ളി, കര ഉയരുന്നില്ലല്ലോ. അവർ സഹോദരിമാരാ. ആ ഗോത്രമാ ആഷേർ ഗോത്രം. അവിടെ എണ്ണ കിടപ്പുണ്ടെന്ന് ഇന്ത്യക്കാർക്ക് അറിയത്തില്ല. പണ്ട് കാലം തൊട്ട് എണ്ണ അവിടെ കിടപ്പുണ്ട്. അപ്പം ഇന്ന് സാമ്പത്തികമായിട്ട് തകരുന്ന റഷ്യക്ക് 3 കാര്യം കിട്ടും. 1 എണ്ണ, 2 ഗ്യാസ്, 3 ധാതുലവണം. എന്താ? ചൊർണോബിൽ ആണവ നിലയത്തിന്. ഇത് 3ഉം കിട്ടിയ അവൻ രക്ഷപ്പെടത്തില്ലയോ? മിണ്ടുന്നില്ലല്ലോ. നമ്മുടെ അമ്പൂരിയിലെ തോമാച്ചായൻ, മരിച്ചുപോയ തോമാച്ചായൻ, ഞങ്ങളുടെ അമ്പൂരിയിലെ തോമാച്ചായൻ, അച്ചായന് 3 കൃഷിയാ. 1 കുരുമുളക്, 2 റബ്ബർ, 3 ഏലം. റബ്ബറിന് വില കുറഞ്ഞാൽ കുരുമുളക് ചവിട്ട്, കുരുമുളകിന് ചവിട്ട് കുറഞ്ഞാൽ ഏലത്തിൽ പിടിക്കും. അതുപോലെ ഈ റഷ്യക്ക് 3 സാധനം കിട്ടിയാൽ അവൻ രക്ഷപ്പെടും. ആ യുദ്ധമാ ഇന്ന് സാമ്പത്തികമായി തളരുന്ന റഷ്യ അവസാനം ഇസ്രയേലിനെ ആക്രമിക്കുക. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, ആ ആക്രമണം അവിടെ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ഒഴിച്ചുമാറ്റം നടക്കുക. ഇന്ന് രാത്രി മലയടി മനസ്സിലാക്കണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗാ അതിർത്തിയിൽ വെച്ച് പാകിസ്ഥാന്റെ പട്ടാളക്കാരെ അങ്ങോട്ട് കൊടുക്കുക, ഇന്ത്യൻ പട്ടാളക്കാരെ ഇങ്ങോട്ട് കൈമാറുക. അതുപോലൊരു കൈമാറ്റം ഈ തലമുറയിൽ ഇവിടെ നടക്കാൻ പോകുന്നു. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവോ. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. മലയടിയേ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് വാ. ഞങ്ങളുടെ നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. അതിനാ ഞങ്ങൾ പറയുന്ന മണിനാഥം. മണിനാഥം എന്താ? മണിനാഥം യഹൂദൻ്റെ പുരോഹിതൻ്റെ വസ്ത്രത്തിനകത്ത് മണിയുണ്ട്. സ്വോത്രം. അവൻ വരുമ്പോൾ മണിയൊച്ച കേൾക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളുടെ മഹാപുരോഹിതൻ, പിതാവിൻ്റെ വലതു ഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ ഈ തലമുറയിൽ കേൾക്കാറായി. ഇന്ന് രാത്രി ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധി അവിടെ ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം. അങ്ങനെ ഈ യുദ്ധം നടക്കണമെങ്കിൽ 2 കാര്യം നടക്കണം. എന്താ 2 കാര്യം? 1, ഒരുവൻ തകരണം. ആര്? അമേരിക്ക തകരണം. കേട്ടോണേ, എന്താ അമേരിക്ക തകരണം? ഇന്ന് ഇസ്രയേലിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അമേരിക്ക. മലയാളം നമ്മുടെ മലയടിയിൽ നിന്ന് 2 പിള്ളേർ തിരുവനന്തപുരത്ത് പോയി അടിയും വെട്ടുമൊക്കെ ഉണ്ടാക്കി. അവർക്ക് അടി കിട്ടി. അവർ റൂട്ട് പിടിച്ചപ്പോൾ പയ്യൻ്റെ വീട് മലയടിയാണ്. അവർ തിരുവനന്തപുരത്ത് നിന്ന് 4 പേര് പയ്യനെ അടിക്കാനായിട്ട് മലയടി വരുക. അപ്പോൾ എന്തോ വീട്ടിൻ്റെ ഭാഗത്തൊക്കെ വണ്ടി നിർത്തിയപ്പം പയ്യൻ്റെ അപ്പൻ 4 വടിവാളുമായിട്ടിരിക്കുന്നു. സ്വോത്രം. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നവർ പറഞ്ഞു, മോനെ എങ്ങനെയെങ്കിലും സഹിക്കാം, ഈ അപ്പൻ്റെ 4 വടിവാൾ നമുക്ക് സ്ഥലം വിടാം. സ്വോത്രം. അതുപോലെ ഇന്ന് ഇസ്രയേലിന് ആരും കയറി അടിക്കാതെ അമേരിക്ക നിൽക്കുക. പക്ഷേ അമേരിക്ക തീരും. ബൈബിളിനകത്തുണ്ടോ? അമേരിക്ക തീരും. വായിക്കാം. ഇരമ്യാ പ്രവചനം 22-ാം അധ്യായം 21, 22 എല്ലാം നിങ്ങൾ അറിയണം. ഇരമ്യാ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ മാമ വായിച്ചാട്ടെ, നാട്ടുകാർ കേൾക്കട്ടെ. ഇരമ്യാ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ വായിക്കാം. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ഇസ്രായേലിനോട് നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. അടുത്തത് നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. ഇത് അവന്റെ സ്ഥിര സ്വഭാവമല്ലേ ഇസ്രായേലിന്റെ? ദൈവവചനം കേൾക്കോ? മിണ്ടുന്നില്ലല്ലോ. കഴുത അന്വേഷിച്ച് പോയ ശൗൽ അവനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. അവൻ ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടില്ലേ? അനുസരിച്ചോ? കാട്ടിനകത്ത് കരമടിച്ച ദാവീദ് അവനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. കണ്ട ചേച്ചിമാരുടെ പടം എടുക്കാൻ പോയി. അവനും പോയില്ലേ ദൈവ വഴി? തീർന്നില്ല. വേറൊരുത്തനുണ്ട്, പ്രവാചകൻ ബിലയാം. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? ഉപദേശിയ ദൈവവചനം പറയുന്നവൻ ബാലാക്കിൻ്റെ കൊട്ടാരത്തിലെ മോഹക്കാഴ്ച കണ്ട് കള്ളപ്രവചനം പറഞ്ഞു. എത്ര അവസരം ദൈവം കൊടുത്ത്? 3 അവസരം. കഴുത എന്തോ ഇതെന്നറിയാമോ?
റൂട്ട് മാറ്റി അന്നേരം മണ്ടക്കിട്ട് ഒരടി. സ്വോത്രം. 2 കഴുത ദാണ്ട് ഇടുക്കി കൂടെ പോയി കാലൊരഞ്ഞു. എന്നിട്ടെങ്കിലും ഈ പ്രവാചകൻ താഴെ ഇറങ്ങിയോ? ഇല്ല. അവസാനം കലിമൊത്തവൻ കഴുത അന്യഭാഷ പറഞ്ഞപ്പോൾ കഴുത അവിടെ കടന്ന് ചവിട്ടാൻ തുടങ്ങിയപ്പം കഴുത എന്തോ ഇത് എബ്രായ ഭാഷ സംസാരിച്ചെന്ന്. സ്വോത്രം. ആ കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കും. കർത്താവ് കാര്യം കാണാൻ വിശ്വാസിയല്ല, പാസ്റ്ററെ സംസാരിപ്പിച്ചെന്ന്. സ്വോത്രം. ഗുണപ്പെടാത്ത പാസ്റ്റർ മാനസാന്തരപ്പെടാൻ കർത്താവ് കഴുതയെ കൊണ്ട് സംസാരിച്ചു. അതാ നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി, നീ കേൾക്കത്തില്ല. ശൗൽ, ദാവീദ്, ബിലയാം, ഇവരെല്ലാം ഞാൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. വീരന്മാർ പട്ടുപോയതെങ്ങനെ, കൽപ്പന കേൾക്കാത്തവർ. കണ്ടോ, ഇതാ ഇസ്രായേലിന്റെ കുഴപ്പം. അടുത്ത വാക്ക് വായിച്ചട്ടമ്മ. അടുത്ത വാക്ക്, എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത്, എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അയ്യടാ, കൊച്ചുനാള് മുതൽ നിനക്കുള്ള ശീലമാ എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത്. അടുത്ത വാക്ക്, നിന്നെ മേയ്ക്കുന്നവരെയൊക്കെയും, നിന്നെ മേയ്ക്കുന്നവരെ ഒക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. എന്റെ ചേട്ടാ ചേച്ചി, റീത്തേം കത്രീനെ അല്ല, നിന്നെ മേയ്ക്കുന്നവരെല്ലാം കൊടുങ്കാറ്റ് മേയ്ക്കും. അതിന്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. കരമുയരുന്നില്ലല്ലോ. അമേരിക്കയിലെ ബാങ്ക് പൊട്ടുന്നില്ലേ? കാനഡയിലെ പൊട്ടുന്നില്ലേ? UK എല്ലാം ശരിയാക്കാന്ന് ഒരുത്തം വന്ന് റഷീ സുനക്, അവൻ കടന്ന് ശരിയായിക്കൊണ്ടിരിക്കുക, വെള്ളം കുടിക്കുന്നു. സ്വോത്രം. അത് കഴിഞ്ഞിപ്പോൾ ആകെ പിടിച്ചിരിക്കുന്ന ഓസ്ട്രേലിയ, അതിൻ്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. നിന്നെ മേയ്ക്കുന്നവരെല്ലാം കൊടുങ്കാറ്റ് മേയ്ക്കും കോവിഡിൻ്റെ മറവിൽ. അയ്യോ, പെൺപിള്ളാരെയൊന്നും അമേരിക്കക്കാരെ കൊണ്ട് കെട്ടിച്ചു വിടല്ലേ. സ്വോത്രം. എല്ലാം പരിപാടിയായി പോകും. ചായ എനിക്ക് മേടിച്ചു തരണം. സ്വോത്രം. പിന്നെ പണ്ട് പോയ കുറേ അപ്പച്ചന്മാരെ ഇപ്പോൾ അവിടെ പെന്തിക്കോസിലുള്ള അവർക്ക് ഇവിടെ പെൻഷൻ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ കർഷക പെൻഷൻ കിട്ടുന്നതല്ല. അവിടെ ഇത് മേടിച്ചുകൊണ്ട് അമേരിക്കയിൽ ഒന്നും കെട്ടിച്ചു വിടരുത്. അവസാനം വാപ്പസി കരഞ്ഞുകൊണ്ട് പോരുമെന്ന്. സ്വോത്രം. അവിടെ അങ്ങ് ഒരു രക്ഷയില്ല. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് മനസ്സിലാക്കിക്കോണം. പിള്ളേരോട് ഞാൻ പ്രത്യേകിച്ച് പറയാം, അങ്ങോട്ടെങ്ങും പോകണ്ട, പഠിച്ച് ജോലി മേടിച്ച് ഇവിടെ കാണും നിന്നോ. സ്വോത്രം. അവിടെയൊക്കെ തീരാൻ പോവുക. സ്വോത്രം. ദാണ്ട് നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അടുത്ത വാക്ക്, നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. ബൈബിളിൽ എത്ര നല്ല കാര്യം. പാറശാലക്കാരൻ, സൗദി അറേബ്യക്കാരൻ അവിടെ നല്ല കച്ചവടം നടത്തിയതാ. അവിടെ പൊളിഞ്ഞിട്ട് നേരെ വെള്ളറട വന്ന്, 1 പ്രവാസി ഹോട്ടൽ, 2 പ്രവാസി തട്ടുകട, ആട്ടോയുടെ പേരും പ്രവാസി. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. എത്ര ക്ലിയർ. നിനക്കിന്ന് കരം തന്ന് നിന്നോട് ചാപ്പാട് കഴിക്കുന്ന അമേരിക്ക നിന്നോട് ഗുഡ് ബൈ പറയും. പൈസ ഇല്ല. സ്വോത്രം. മനസ്സിലായിക്കോണം. നിന്റെ സ്നേഹിതർ നിന്നെ വിട്ടു പോകും. അവർ പ്രവാസത്തിലേക്ക്. സൗദി അറേബ്യന്ന് ഒരാൾ വിസ ക്യാൻസലാക്കിയിട്ട് എയർപോർട്ടിൽ പറയും, കർത്താവേ ഇനി ഇങ്ങോട്ടില്ല, ഞാൻ നാട്ടിൽ പോയി കപ്പ അടിക്കുമെന്ന്. ഇതാ സംഭവം. ബൈബിൾ അത്ര ക്ലിയർ. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. അടുത്ത വാക്ക്, അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം, ഇസ്രായേലേ, നിഗളിക്കുന്ന നീ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് നിന്നാടി നടത്തുന്ന ഇസ്രായേൽ ലജ്ജിച്ച് മുഖം താഴ്ത്തുന്ന ഒരു കാലം ഇവിടെ വരാറായി ഇന്ന് രാത്രി. അതുകൊണ്ട് ആമോസ് പറയുന്നത്, ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ദി പെന്തക്കോസ്റ്റ് മിഷൻ DPM അവരുടെ പ്രസംഗത്തിനകത്ത് ഇത് പറയാത്തൊരു കാര്യമില്ല. പോയി കേൾക്കണം. ഇവിടെ വെള്ളരുടെയും പാലിയോടും കളിക്കാവളെ എല്ലാം ഉണ്ട്. സ്വോത്രം. അവരുടെ വിഷയം ഇതല്ല. സ്വർഗീയ സിയോനെ പറ്റി പറയുമ്പോൾ അവരിത് പറഞ്ഞിട്ടേ നിർത്തത്തോളൂ. അന്ത്യകാലം ഇന്ന് രാത്രി. ഇനി 2, ഈ അടി എവിടെ തുടങ്ങിയതാ? അന്ത്യദിനമാ. ഈ അടി തുടങ്ങിയത് ഒരു വീട്ടിലാ. അറബ് രാജ്യങ്ങളെല്ലാം ആരുടെ കൂടെ വയ്ക്കുമെന്നറിയാവോ? റഷ്യയുടെ. ആദ്യത്തെ അടി ആരാ? ഇസഹാക്കും ഇസ്മായേലും. ഒരു വീട്ടിൽ തുടങ്ങിയ അടിയാ. 2ാമത്തെ അടി എവിടാ? യാക്കോബും ഏശാവും. 3ാമത്തെ അടി സെമി ഫൈനൽ കഴിഞ്ഞ് ഏലാത്താഴ് വരെ ദാവീദും ഗോലിയാത്തും. ഇതാ ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ റഷ്യയുടെ പിൻപിൽ അണിനിരക്കും. എപ്പോൾ അണിനിരക്കും? അതിൻ്റെ വഴി ഇപ്പം റെഡിയായിട്ടുണ്ട്. ആരെ ആക്രമിക്കും ഇസ്രായേൽ? അതിൻ്റെ തുടക്കമാ കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുന്ന സിറിയ. വായിക്കാ പ്രവചനം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇനി ഞാനിവിടെ മലയടി വന്നില്ലേ, നിങ്ങളുടെ പത്രത്തിൽ വരാൻ പോകുന്ന വാർത്തയായി പറയുന്നത് ഇസ്രായേൽ സിറിയ ആക്രമിക്കുക. വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 17:1-2 വാക്യങ്ങൾ വായിക്കാം. ദമ്മേശേക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ഡമാസ്കസ്. തമിഴിലും ഉണ്ട്. സിറിയയുടെ തലസ്ഥാനമാണ് ഡമാസ്കസ്. സ്വോത്രം. ദമ്മേശേക്കിനെ കുറിച്ചുള്ള പ്രവാചകം. അടുത്തത് ഇതാ സിറിയ. അടുത്തത് പലസ്തീൻ സംഘടനയൊക്കെ അങ്ങ് മാറും. സിറിയ തൊട്ട് കഴിയുമ്പോഴാണ് പ്രശ്നം. കണ്ടോടെ. ദമ്മേശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അടുത്തിന്റെ മതിലുകൾ വായിച്ചാട്ടെ. അത് ശൂന്യ കൂമ്പാരമായി തീരും. ഈ ഇസ്രായേൽ സിറിയയുടെ മണ്ടക്കിട്ടടിക്കും. സ്വോത്രം. മണ്ടക്കിട്ടടിച്ചാൽ
57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആർക്കെതിരെ എഴുന്നേൽക്കും? ഇസ്രയേലിനെതിരെ എഴുന്നേൽക്കും. അന്തിമ യുദ്ധം. അടുത്തത് അതിന്റെ കൂടെ വേറെ തന്നെ അടിക്കും. വായിക്കാം അമ്മ. അരോവർ, അതാ ഇന്നത്തെ ലെബനോൻ. വായിച്ചിട്ട് അടുത്തത് അരോവർ, ഇന്നത്തെ ലെബനോൻ. ഇതൊക്കെ രാത്രി ടെലിവിഷൻ ഒന്ന് കാണണം, അടി നടക്കുന്നത്. ഇത് രണ്ടെണ്ണത്തെ അടിച്ചാൽ അറബ് ലോകം മിണ്ടാതിരിക്കത്തില്ല. അതിൻ്റെ അലയോലിയ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനും സൗദി അറേബ്യയും കൈകൊടുത്തു. ഇസ്ലാമിലെ 2 ഏറ്റവും നല്ല സുന്നി മുസ്ലിം, ഷിയ മുസ്ലിം. സുന്നി സൗദി, ഷിയ കൊടുത്തു. അവർ കൈ കൊടുത്തെങ്കിൽ ചൈനയുടെ പ്രസിഡന്റ് റഷ്യയിൽ പോയെങ്കിൽ എവിടെയോ ഒരു ശങ്കുലി മുഴങ്ങാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, ഇവരെല്ലാം ഒത്തുകൂടി ഇസ്രയേലിന് നേരെ ഒരാക്രമണം വെളിപ്പെടുന്നതിന് മുമ്പ് വരുവാനുള്ളവൻ മധ്യാകാശത്തിൽ വരും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? മലയടിയേ, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. എന്താ ചെയ്തികൾ? ഉലകത്തിൻ മുടിവൻ കടൈസിക്കാല ചെയ്തികൾ. 2600 കൊല്ലം മുമ്പ് ഭക്തന്മാരെഴുതിയ പ്രവചനം. അറബ് ലീഗ് മുഴുവൻ ആർക്കെതിരെ വരും? ഇസ്രയേലിന് നേരെ വരും. ബൈബിളിനകത്തുണ്ടോ? അറബ് ലീഗ് മുഴുവൻ എഴുന്നേൽക്കും റഷ്യയുടെ നേതൃത്വത്തിൽ. എസക്കേൽ പ്രവചനം 38:15-16 വാക്യങ്ങൾ. എസക്കേൽ 38:15-16 വാക്യങ്ങൾ. വചനമെടുത്താട്ടെ. അറബ് ലീഗ് മുഴുവൻ റഷ്യയുടെ നേതൃത്വത്തിൽ വരുമോ? വായിക്കാം. നീയും നിന്നോടുകൂടെ, റഷ്യയെ നീയും നിന്നോടുകൂടെ, പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് സൈബീരിയ, സിറിയയിൽ നിന്ന്. അടുത്തത് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. അടുത്ത വാക്ക്. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. മതി, ഇതാ അന്തിമ യുദ്ധം. എന്റെ ജനം. സ്തോത്രം. എന്താ മേഘം? കാർമേഘമല്ല, മിന്നലുള്ള മേഘമല്ല. അന്ന് പ്രവചന ഭാഷ, അതിന്റെ പേരാ യുദ്ധവിമാനം. മിണ്ടുന്നില്ലല്ലോ. ഈ ശംഖുമുഖ തേർ ഷോ നടക്കും, അവിടെ ചെല്ലണം. അന്നേരം എന്താ കളറ്? വിമാനത്തിന്റെ കളർ ഏതാ? മഞ്ഞേ നീല അല്ല, ചാരക്കള്ളറാ. വിമാനം എന്നാ കണ്ടുപിടിച്ചത്? പഠിക്കുന്ന പിള്ളേർ ഇവിടെ പോകണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു വിജ്ഞാനം ഇല്ലെങ്കിൽ എഴുതിക്കോ. 1904 അമേരിക്കയിലെ 2 സഹോദരന്മാരാ വിമാനം കണ്ടുപിടിച്ചത്. ഇർബിൽ, ഓർബിൽ, അരിസോണ. സ്വോത്രം. എന്നാൽ 2600 കൊല്ലം മുമ്പ് അറ്റ്ലസുകാരൻ ഒരു സൈക്കിൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഹെർക്കുലിസ് ഒരു ഹാൻഡിൽ പിടിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇസ്രയേലിനെ ആക്രമിക്കുന്നത് മേഘങ്ങൾ, യുദ്ധവിമാനം. ഇന്ന് രാത്രി എന്താ ഇസ്രയേൽ? ഈ തമിഴ്നാടിൻ്റെ 4-1 ഉള്ളു. തമിഴ്നാട് 10-18 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അതിലെ 4 ഡിസ്ട്രിക്റ്റേ ഉള്ളു. കേരളത്തിൽ 6 ഡിസ്ട്രിക്റ്റ് വലിപ്പം ഇസ്രയേൽ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി. എത്ര പേരുണ്ട്? 1 കോടി പേര്. എത്ര വിമാനമുണ്ട്? 800 വിമാനം. തീർന്നില്ല. അതിനുശേഷം ഈ അറബ് രാജ്യങ്ങൾ, ഇസ്രയേലിനെ ചുറ്റും 21 രാഷ്ട്രങ്ങൾ. ഇസ്രയേൽ 7 പട്ടണമുള്ളത്. അതിൻ്റെ പേരാ ടെല്ലവീവ്, 2 ജെറുസലേം, 3 ഹൈബ, 4 അഷ്കലോ, 6 അസ്തോദ്. അത് കഴിഞ്ഞിട്ട് വേറെ വരുന്നത് പിന്നെ ഗോലാൻ, സീനായ്. ഇത്രയൊക്കെയാ ഇസ്രയേലിലുള്ളത്. 6 സിറ്റി. കളിക്കാവുള്ള മാർത്താണ്ഡം പോലെ. ഈ കുഞ്ഞ് രാജ്യത്തേക്ക് എത്ര വിമാനമാ? 2000 വിമാനമാ അറബ് ലീഗിൻ്റെ. റഷ്യയുടെ വേറെ, ചൈനയുടെ വേറെ. ഇതെല്ലാം കൂടെ കയറിയ യഹൂദൻ്റെ കാര്യം എന്താവും? മിണ്ടുന്നില്ലല്ലോ. നമ്മുടെ കളിക്കാവിളെ കൂടെ പെർമിറ്റ് ലോറി പോവും, വലിയ ലോറി. അതിൻ്റെ കീഴിൽ തവളക്കുഞ്ഞ് കയറിയവലായിപ്പോവും. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. അന്ന് യഹൂദൻ, ഇതാ വചനം, കർത്താവിൻ്റെ വരവ്. സ്വോത്രം. യഹൂദൻ നിലവിളിക്കുമോ? അതിൻ്റെ കാര്യമാ എൻ്റെ ജനമായ ഇസ്രയേൽ. സ്വോത്രം. അവൻ സ്വന്തം ജനത്തെ കൈവിടുമോ? പൗലോസ് പറയുന്ന ഞാൻ യഹൂദൻ, എബ്രായൻ. അന്നൊരു സംഭവം നടക്കും. അത് പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ബാക്കി മറ്റൊരിക്കൽ വായിക്കാം അമ്മേ. സക്കറിയ പ്രവചനം 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യഹൂദന്റെ നിലവിളി വായിച്ചാട്ടെ. സക്കറിയ പ്രവചനം 12:9-10 വായിക്കാം. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും, റഷ്യ, ചൈന, അറബ് ലീഗ് സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. അടുത്തത്
ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും ദാവീദിന്റെ കൊച്ചുമക്കളുടെ മേലും യെരൂശലേം നിവാസികളുടെ മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അവർ നിലവിളിക്കുക. യഹൂദൻ പ്ലെയിൻ ഇറങ്ങാൻ പറ്റത്തില്ല, ട്രെയിൻ ഇറങ്ങാൻ പറ്റത്തില്ല, വിമാനം പോകാൻ പറ്റത്തില്ല. ഇന്ത്യ എന്നൊരു വിമാനം പോകണേ 9 മണിക്കൂറോളം എടുക്കും. ബോംബെയിൽ നിന്ന് തന്നെ 6 മണിക്കൂറാണ്. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ 9. അമേരിക്ക എന്നൊരു വിമാനം സ്നേഹിതനാ വരണേ 10 മണിക്കൂർ എടുക്കും. ഒറ്റ രാഷ്ട്രങ്ങളിൽ നിന്നും വരത്തില്ല. യവൻ നിലവിളിക്കും. അന്നത്തെ സംഭവം ഒന്ന് വായിക്കണം. കരയാൻ പോവാ നിങ്ങൾ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും. മിണ്ടുന്നില്ലല്ലോ. അവരെ ആരെയാ കുത്തിയത്? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് 2 കൂടുകൾ. ഒന്ന് വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു, മറ്റേത് ബറബാസ്. യഹൂദ ജനം പറഞ്ഞത് അവനെ ക്രൂശിക്കാ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ഇതാ സൂചിച്ച പ്രസംഗം. അവർ കുത്തിയിട്ടുള്ളവങ്കലേക്ക് നോക്കും. അടുത്ത വാക്ക് വായിച്ചട്ടമ്മാമേ. ഏകജാതനെ ചൊല്ലി വിലപിക്കുന്നത് അവർ സ്വർഗമുഖത്തേക്ക് നോക്കും. കർത്താവേ, തെറ്റിപ്പോയി, ഞങ്ങളെ വിടുവിക്കാൻ ആരുമില്ല. ഓ, ആ നിലവിളി ഇസ്രായേൽ പാളയത്തിൽ ഉയരും. നമ്മുടെ കർത്താവ് ആരാ? കരുണയുടെ ദൈവം, കൃപയുടെ ദൈവം, ദയാലുവായ ദൈവം. മുടിയമ്പുത്രം മടങ്ങി വന്നപ്പോൾ മാറോട് ചേർത്തണച്ച കർത്താവ് പട്ടണം മുഴുവൻ കല്ലെറിഞ്ഞ് കൊല്ലണ്ടിയ പാപിനിയായ സ്ത്രീ വന്നപ്പോൾ കരുണയുടെ കർത്താവ് കരം പിടിച്ചു. മകളെ, ഇനിമേൽ പാപം ചെയ്യരുത്. ഇതാ മക്കളെ ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. യഹൂദൻ നിലവിളിക്കുമ്പോൾ യഹൂദന്റെ നിലവിളിക്ക് വേണ്ടി സ്വർഗം യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. എവിടെ നിലവിളി? പഴയ നിയമത്തിൽ ഒരു കുഞ്ഞുണ്ട്, മോശ ജനിക്കുന്നതിന് മുമ്പ് മോശ കുഞ്ഞിന് നേരെ പോരാട്ടം. 3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. അപ്പച്ചി മോശയുടെ പെങ്ങളും അമ്മയൊക്കെ 3 മാസത്തോളം ഈ കുഞ്ഞിനെ ഒളിച്ചു വളർത്തി. 3 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ലാളാ പറയാൻ തുടങ്ങി. ശബ്ദം കേട്ടാൽ പറവോൻ്റെ പട്ടാളക്കാർ വരും. അവരെന്തോ ചെയ്ത അമ്മച്ചി? ഒരു പെട്ടകത്തിനകത്ത്, ഞാങ്ങണ പെട്ടകത്തിനകത്ത് നൈൽ നദിക്കകത്ത് കുഞ്ഞിനെ ഒഴുക്കി വിട്ടു. ആരാ? നമ്മുടെ ദൈവം. ഈ തിരമാല ആഞ്ഞടിച്ചപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഇടിവിൽ മിരിയാൻ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. സ്വർഗം എവിടേക്ക് പോയി? പറവോൻ്റെ കൊട്ടാരത്തിനകത്തിറങ്ങി. വചനം ഏറ്റെടുക്കുന്നവർക്കായി തമിഴ്നാടിൻ മുതലമച്ചറുടെ മകൾ ഇവിടെ തൃപ്പരപ്പി വന്ന് വെള്ളത്തിൽ കുളിക്കുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മകൾ ഈ തൃപ്പരപ്പി വെള്ളച്ചാട്ടത്തിൽ വരുമോ? കേരള മുഖ്യമന്ത്രിയുടെ മകൾ ഇവിടെ വരുമോ? ഇല്ല. വാഗ്ദത്തമുള്ളവന്റെ പെട്ടകം നൈൽ നദിക്കകത്ത് ഉലഞ്ഞപ്പോൾ ആരവനെതിരെ കൽപ്പന എഴുതി? അവന്റെ കൊട്ടാരത്തിൽ നിന്ന് പറവോന്റെ മകള് കുളിക്കടവിൽ അയച്ച് വിടുതൽ കൊടുത്തവനോ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം കരമുയർത്തിയാട്ട്. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അന്ത്യകാലത്തിന്റെ പ്രവചനമാ. സ്വോത്രം. ആര് നിനക്കെതിരെ കൽപ്പന എഴുതിയോ അതേ കൊട്ടാരത്തിൽ നിന്ന് പറവോന്റെ മകൾ വന്നു. സ്വോത്രം. മോശക്കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയി? പറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. പറഞ്ഞാൽ ദുഃഖിക്കരുത്. പ്രസവിച്ച കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിട്ട് ശമ്പളം മേടിച്ച ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, മോശയുടെ അമ്മ. സ്വോത്രം. അവർ കൊട്ടാരത്തിൽ. ഇന്ന് രാത്രി പറ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? കരമുയരുന്നില്ലല്ലോ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? സത്യവചനം കേൾക്കണം. ഇന്ന് രാത്രി കളിക്കവിടെ മാർത്താണ്ട കണ്ണടച്ചോണ്ട് ഞാൻ യാത്ര ചെയ്യുന്ന റോഡാ കുഴിത്തറയെല്ലാം. ഈ സ്ഥലം എനിക്കറിയാം, നെയ്യാറ്റിൻകര അറിയാം. ഇവിടെ എല്ലാം ലാബുണ്ട്. ലാബ്. എവിടെല്ലാം ലാബിൽ എഴുതി വെച്ചിട്ടുണ്ട്? യൂറിൻ, ബ്ലഡ്, ക്രിയാറ്റിൻ, തൊക്കെ, മൂക്ക് എല്ലാം ചെക്ക് ചെയ്യും. തലമുടി കൊടുത്താലും ചെക്ക് ചെയ്യും. ഏതെങ്കിലും ലാബിനകത്ത് കണ്ണുനീർ ചെക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. അങ്ങനെ ചെക്ക് ചെയ്യുന്ന ഒരു ലാബുണ്ട് അപ്പച്ച അമ്മച്ചി. അതിൻ്റെ പേരാ ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. എൻ സഹായം എവിടെ നിന്ന് വരും? ആകാശം ഭൂമി സൃഷ്ടിച്ച യഹോവയിങ്കിൽ നിന്ന്. പെന്തിക്കോസുകാർക്ക് സന്തോഷമില്ലല്ലോ. ഇന്ന് രാത്രി പറയണം, ലോക്ക്ഡൗൺ ഇല്ലാത്ത ലാബ്, ക്വാറന്റൈൻ ഇല്ലാത്ത ലാബ്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ലാബ്, ആഴ്ചയിൽ 7 ദിവസവും വർക്ക് ചെയ്യുന്ന ലാബ്, വർഷത്തിൽ 365 ദിവസവും വർക്ക് ചെയ്യുന്ന ഒരു ലാബുണ്ട്. അതിന്റെ പേരാ ബഹുമാന്യനാം ആചാര്യനാ വാനിൽ അവൻ വാഴുകയാൽ തന്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാൻ ഇന്ന് രാത്രി മോശയുടെ കണ്ണുനീരിനകത്തിറങ്ങിയ കരം വെളിപ്പെടും. യഹൂദൻ കൂട്ടത്തോടെ നിലവിളിക്കും. അന്ന് യുദ്ധ ദിവസത്തിൽ
വീരനെ പോലെ. പറയാം. അന്ന് നമ്മുടെ കർത്താവ് കാലെവിടെ ചൊട്ടും. വായിക്കുന്നു സെക്കര്യാ പ്രവചനം 14 അധ്യായം 4 വാക്യം. സെക്കര്യാ പ്രവചനം 14:4 വായിച്ചട്ടെ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ. അവസാന മിനിറ്റുകളിലേക്ക് വരും. അവസാന മിനിറ്റുകൾ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്ക് പടിഞ്ഞാറ് ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മലയിൽ തമ്പുരാന്റെ കാൽ നിൽക്കും. അടുത്ത വാക്ക് ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളര്. കരമുയർത്തിയാട്ട് യഹൂദന്റെ നിലവിളിക്ക് വേണ്ടി നമ്മുടെ നാഥന്റെ കാൽ ഒലിവ് മലയിൽ ചവിട്ടും. കേട്ടോ, ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. 2009 ഇസ്രയേലിൻ്റെ അടിവാരം ഒലിവ് മല, യെരൂശലേം 40. ആ ഒലിവ് മലയിൽ നല്ല റിസോർട്ട് പണിയുവാൻ ഒരു കമ്പനി പദ്ധതി വെച്ചു. ഹാൽക്രോ കമ്പനിയുടെ പേര്. യെരൂശലേം മൊത്തം ഭൂമി തുറന്നതാണ്. അവർ ഹോട്ടലിന് ഫൗണ്ടേഷൻ ഇടാൻ വന്നപ്പോൾ, താഴോട്ട് പൈൽ ചെയ്തപ്പോൾ ഒലിവ് മലയുടെ അടിവാരത്തിൽ ഒരു വിള്ളലും മൂളലും. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ് ഇവിടെങ്ങും ഫൗണ്ടേഷൻ ഇടാൻ പറ്റത്തില്ല, ഇത് തീരാറായി. അവിടെ ഒരു മൂളൽ തുടങ്ങിയെന്ന്. ഒലിവ് മലയുടെ അടിയിൽ മൂളൽ തുടങ്ങി. നമ്മൾ ഇതുവരെ ഹല്ലേലൂയ തുടങ്ങിയില്ല. സ്വസ്ത്രം. നമ്മുടെ കൊയർ പാഠത്തിൽ ഒലിവ് മല ഒരുങ്ങിക്കഴിഞ്ഞ പ്രാണപ്രിയൻ വരവിനായി. അന്ന് അവൻ്റെ കാൽ ഒലിവ് മലയിൽ ചവിട്ടും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി 2 പിളരും. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ ഇസ്രയേലിന്റെ വിടുതലിന് വേണ്ടി നാഥന്റെ കാലുകൾ അവിടെ ചവിട്ട്. ഒലിവ് മല പിളരുന്ന ശബ്ദം ലോകരാജ്യങ്ങൾ മുഴുവൻ കേൾക്കുന്ന ഒരു സമയമായി വരുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ, ആ ശബ്ദം അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം ഈ തലമുറയിൽ മുഴങ്ങാറായി. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. മലയടിയേ, നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ വരാറായി. യഹൂദന്റെ വിടുതലിന് വേണ്ടി ഒലിവ് മലയിൽ കാൽ ചവിട്ടി. ഒലിവ് മല പിളരുന്നതിന് മുമ്പ് നാഥന്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാരണമായി. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? വരുവാനുള്ളവൻ വരും. കോവിഡിൻ്റെ മറവിൽ സംഭവങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ഒലിവ് മല പ്രഭാഷണം, യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കുക. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. രാജ്യത്തോട് എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധി അവിടെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ? സന്തോഷമില്ലല്ലോ. നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ? യേശു പറഞ്ഞൊരു വീടുണ്ട്. വായിക്കാം, അവസാനിപ്പിക്കാൻ പോവാ. യോഹന്നാൻ 14:1-2-3 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം വായിച്ചേട്ടമ്മേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. അടുത്ത വാക്ക്, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ, അപ്പച്ചൻ വീട്ടുക്കുള്ള, തമിഴ് ബൈബിൾ അരുമயான ബൈബിൾ, അപ്പച്ചൻ വീട്ടുക്കുള്ള കൊട്ടാരം ഇരിക്കുന്നത്. വായിച്ചാട്ടെ. അനേകം വാസസ്ഥലങ്ങളുണ്ട്. മലയാളത്തിൽ തെറ്റ, വസ്തുവല്ല. അതിൻ്റെ ട്രാൻസ്ലേഷൻ കംപ്ലൈൻ്റ്. ഇംഗ്ലീഷ്, മൈ ഫാദേഴ്സ് ഹൗസ് മേ ബി ബൾക്ക് ഓഫ് പാലസ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പച്ചൻ്റെ വീട്ടിൽ കൊട്ടാരമുണ്ട്. അടുത്ത വാക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്ത വാക്ക്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. കൊട്ടാരമെടുക്കാൻ പോയി. അതാ പറഞ്ഞത്, കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. കൊട്ടാരമൊരുക്കാൻ പോയി. അടുത്ത വാക്ക്, ഞാൻ പോയി നിങ്ങൾക്ക് ആ കൊട്ടാരമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത്, മലയടിയേ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം മലയടിയേ യേശുക്രിസ്തു മാത്രം. ഇവിടുത്തെ എല്ലാ നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ, കാറൽ മാർക്സ്, ഏംഗൽസ്, അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജി, നെഹ്റുജി, ഇന്ദിരാജി, രാജീവ്ജി ഡൽഹിയിലെ രാജ്ഘട്ടിൽ കിടപ്പുണ്ട്. ഇന്ന് രാത്രി മലയോടിയോട് ഞങ്ങൾ പറയുന്നു, പടിഞ്ഞാറെ പലസ്തീനിലെ ചെരുവിൽ അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറ
തുറന്നു കിടക്കുന്നു. അവിടെ 26 ഭാഷയിൽ എഴുതി, അവൻ ഇവിടെയില്ല, മരിച്ചവരിൽ അവൻ ആദ്യ ബലക്കറ്റിയായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ തൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. വീടൊരുക്കി നാഥൻ വരാറായി. രാത്രി ഒറ്റ സയൻസ് ദാണ്ട് വീട്ടിലേക്ക് സോളാർ പ്ലാനറ്റ് 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. ദൈവദാസന്മാർ കണ്ടാട്ട് 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ തീർന്നില്ല. ഭൂമി വിട്ടാൽ 3 ഭൂമി. ഇതാ കിടക്കുന്നത് 9 ഗ്രഹങ്ങളാ മിൽക്കി വേ ഗാലക്സി. 9 ഗ്രഹങ്ങൾ: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അതാണോ ഗ്രഹം? മിണ്ടുന്നില്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോയാൽ മാവേ അറിയാൻ പോകരുത്, പഠിച്ചാൽ മതി. സ്വോത്രം. അങ്ങനെയെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുക. ബുധൻ, ശുക്രൻ, ഭൂമി. കുഞ്ഞുങ്ങൾക്കറിയാം. അത് നാളെ പോകണം, ജോഗ്രഫി ടീച്ചർ സ്കൂളുണ്ട്, ചോദിക്കണം പ്ലൂട്ടോ എங்கே இருக்குது. അവർ പറയും കാണാൻ മുടിയാതെ. പ്ലൂട്ടോ പോയി. അവിടെ എന്തോ പറ്റി? 6000 കോടി വീടൊരുങ്ങി. 5 കമ്പാർട്ട്മെൻറ്റ് നിർത്താൻ പോയി. ഇത് പറഞ്ഞില്ല പിന്നെ സൂചിയുടെ പ്രസംഗം എന്തോ? 5 കമ്പാർട്ട്മെൻറ്റ് ടൈറ്റാനിക് കപ്പൽ. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ 1 മരിച്ചവരിൽ ആദ്യ ബലക്കറ്റിയ ക്രിസ്തു, 2 സഭയാകുന്ന മണവാട്ടി, 3 പീഡാകാല രക്തസാക്ഷികൾ, 4 2 വിശുദ്ധന്മാരെ തട്ടും ഹാനോക്കു ഏലിയാവ്, 5 ഹാബേൽ മുതൽ അവസാനം ഒരു പുള്ളി ഉണ്ടായിരുന്നു ക്രൂശിലെ കള്ളൻ, പഴയ നിയമ വിശുദ്ധൻ. അവരിത്രയും പേരുവോ 6000 കോടി വീട് മധ്യാകാശത്തിൽ. അവിടെ വീടൊരുങ്ങി. മലയടിയിൽ അച്ചായ ഒരുങ്ങിയിട്ടുണ്ടോ? അമ്മാമ്മ ഒരുങ്ങിയിട്ടുണ്ടോ? തമ്പി ഒരുങ്ങിയിട്ടുണ്ടോ? തങ്കച്ചി ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇന്ന് രാത്രി ടിക്കറ്റ് മേടിച്ചുകൊണ്ടേ പോകാവൂ. സ്വോത്രം. ആ വീട്ടിൽ പോകണമെങ്കിൽ നമുക്കൊരു വീടാ, മധ്യാകാശത്തെ കമ്പാർട്ട്മെൻറ്റ്. ആ വീട്ടിൽ പോകണ 7 കാര്യം നടക്കണം. സന്തോഷമില്ലല്ലോ. വെളിനാട്ടിക്ക് പോയ യാരിങ്ക ഇരിക്കുത് അന്ത കരുത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ഗൾഫ് രാജ്യത്ത് പോയ അയ്യോ, ചിലർ വിചാരിക്കും എനിക്ക് വിസയോ ടിക്കറ്റോ വേണമെന്ന്. എനിക്കൊന്നും വേണ്ട. സ്വോത്രം. നിങ്ങൾ കരം ഉയർത്തിയാട്ട്. ഒരു സയൻസിന് വെളിനാട്ടിക്ക് സൗദി അറേബ്യ, ദുബായ്, ബഹ്റൈൻ, ഖത്തർ, ആ കര ഉയർത്തിയാട്ട്. മോൻ കര ഉയർത്തിയാട്ട്. സ്വോത്രം. വേറെ ആരും വെളിനാട്ടിക്ക് പോവാതെ ഇന്ന് യോഗം കഴിഞ്ഞ് വരണം, പ്രാർത്ഥിക്കാം. പൈസയൊന്നും വേണ്ട. സ്വോത്രം. വെളിനാട്ടിക്ക് വിടാം. സ്വോത്രം. ആ മോൻ വെളിനാട്ടിക്ക് പോയി, ഗൾഫ് രാജ്യം. നേരെ തിരുവനന്തപുരം എയർപോർട്ടിൽ ചെന്ന ഉടനെ എന്നെ ദുബായിക്ക് വിടണം. കയറിപ്പോയോ? ഇല്ല. 7 കാര്യം. 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 വിസ, 4 കൗണ്ടർ ചെക്ക്, 5 എമിഗ്രേഷൻ, 6 അവൻ്റെ ശരീരത്തെ കീക്കി അടിക്കും, 7 കസേര ഇരുത്തും, എന്നിട്ടേ പ്ലെയിൻ വരൂ. സ്വോത്രം. കര ഉയരുന്നില്ലല്ലോ. അന്തമാതിരി മേലേക്ക് പാൻ 7 കാര്യം നടക്കണം. അയ്യാ, അതിലൊന്ന് രക്ഷ. എന്താ രക്ഷ? ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ബലക്കറ്റ ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റു പറയണം. രക്ഷ. 2 മാനസാന്തരം. എന്താ മാനസാന്തരം? വചനം കേട്ടിട്ട് എന്താണെന്നറിയാമോ? കള്ള്, അതുപോലെ മയക്കുമരുന്ന്, പക, പിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക, നുണയടി, പോസ്റ്റ്, നമ്മുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് അടി, ഇതെല്ലാം നിർത്തണം. അതിൻ്റെ മലയാളമാ വണ്ടി മാറി കയറുക. ഞാൻ ഇന്നിപ്പോൾ പോവും. പാസ്റ്ററിനെ എവിടെ കൊണ്ടുവിടും? എവിടാ? കളിക്കാവള്. ഞാൻ കളിക്കാവളെ ചെന്നപ്പോൾ തിരുവനന്തപുരത്തേക്ക് വണ്ടിയില്ല. അപ്പോൾ തമിഴ്നാട്ടിലേക്കുള്ള വണ്ടി നാഗർകോവിൽ നല്ല സീറ്റ് ഒരുക്കിയത്. ഞാൻ വിചാരിച്ചു ഇതിൽ കയറാന്ന്. സ്വോത്രം. അപ്പോൾ എൻ്റെ വീട്ടിൽ പോകാൻ പറ്റുമോ? ഇച്ചിരി കാത്തു നിന്നാലും, തെള്ളുണ്ടായാലും, ഇടിയുണ്ടായാലും, കുത്തുണ്ടായാലും ഇതിനകത്ത് നിന്നാൽ എൻ്റെ വീട്ടിൽ പോകാം. സ്വോത്രം. അതിന് പേര് ആ വണ്ടി മാറിക്കയറുക, റിപ്പൻഡൻസ്. 3 അനുതപിക്കണം. കർത്താവിനെ അറിയാത്ത കാലങ്ങളിൽ ഞാൻ ചെയ്ത തെറ്റോർത്ത് ദൈവസന്നിധിയിൽ കരയണം. കർത്താവേ, വചനം എനിക്കറിയത്തില്ല, ഞാൻ തെറ്റിപ്പോയി. മുടിയമ്പുത്രൻ പറഞ്ഞ പോലെ, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യതല്ല. മാനസാന്തരപ്പെട്ട് അനുതപിച്ച വ്യക്തി മുങ്ങി സ്നാനമേൽക്കണം. പെന്തിക്കോസ് ചേരാനല്ല, ക്രിസ്തുവിനോടുള്ള ചേരുവാനുള്ള നല്ല മനസാക്ഷിക്കായി ജഡത്തിൻ്റെ രാഗമോഹങ്ങളെ വെള്ളത്തിൽ കുഴിച്ചിട്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. 4 അഞ്ചാമത്തെ കാര്യം, ഈ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ വ്യക്തി ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവം ആത്മാവാകുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. 6ാമത്തെ സംഭവം, ആരാധിക്കുന്ന വ്യക്തി സഭയിൽ തിരുമേശയിൽ പങ്കാളിയാകണം. കാൽവറിയിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ രക്തത്താൽ എന്നെ കഴുകണം. അവൻ്റെ തിരുശരീരം എനിക്ക് നുറുക്കപ്പെട്ടെങ്കിൽ തിരുമേശയിൽ പങ്കാളിയാകണം. 7 ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ നോക്കി സ്വർഗം പറയൂ, എൻ്റെ കാന്ത്, എൻ്റെ പ്രാവേ, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. ഇന്ന് രാത്രി അവസാനിക്കാൻ പോവാം. പഴയ നിയമത്തിൽ 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. ഈ പ്രാവിൻ്റെ കാൽ കൂട്ടിക്കെട്ടും. കൂട്ടിക്കെട്ടിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? പറഞ്ഞേക്കാം. എന്താ ചെയ്യുന്നത്?
ഈ കാലിനകത്ത് ഒരു പ്രാവിൻ്റെ കെട്ടിന് തലയിറക്കും. ആ സമയത്ത് കാലിൻ്റെ കെട്ടടിക്കത്തില്ല. തലയിറത്ത പ്രാവിൻ്റെ രക്തം എവിടെ വീഴും? അദ്ദേഹത്തിന് ഈ മറ്റേ പ്രാവിൻ്റെ മുഖത്ത് വീഴും. ആ പ്രാവ് കണ്ണടച്ചിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം, ഇന്ന് രാത്രി മനസ്സിലാക്കണം കേട്ടോ. ആ പ്രാവിൻ്റെ മുഖത്ത് രക്തം വീണാൽ പിന്നെ ആ പ്രാവ് പുരോഹിതൻ കെട്ടഴിച്ചു വിടും. ആ പ്രാവ് എവിടെ പോകും? പട്ടണത്തിലിരിക്കത്തില്ല, കളിക്കവള പനങ്കാല മലയടിയിരിക്കത്തില്ല, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കും. ഇന്ന് രാത്രി അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, സത്യവചനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നിങ്ങൾ പാറയുടെ പിളർപ്പിൽ കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ട്. ഇന്ന് രാത്രി വചനത്തിന് വേണ്ടി മലയടിയിൽ ഇറങ്ങിത്തിരിച്ച പിതാവേ, മാതാവേ, നിന്റെ മുഖം ആരും കണ്ടില്ലെങ്കിൽ നിന്റെ മുഖം കാണുന്ന നാഥൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി സത്യവചനം കേട്ട് വഴിയിൽ വച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പേൻ. വരുവാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോണോ. മലയടിയേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ബ്രദർ, സിസ്റ്റർ, തായെ, തകർപ്പനെ, തങ്കച്ചിയെ, തമ്പിയെ, എങ്ക നിന്ന് വചനം കേട്ടാൽ ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ച് ആര് പറയും? യേശു ഏക ദൈവം, യേശു ഏക രക്ഷിതാവ്, യേശു ഏക കർത്താവ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി യേശു വരാറായി. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്ക്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. രാമേശ്വരത്തിന് പാലമുണ്ട്, പാമ്പൻ പാലം. പാമ്പൻ പാലത്തിൻ്റെ പ്രത്യേകത, ആ പാമ്പൻ പാലത്തിൻ്റെ ചരിവിൽ ഒരു ഫോട്ടോയ്ക്കകത്ത് ഒരപ്പച്ചൻ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടുകാർക്കും ആ കഥ അറിയത്തില്ല. എന്താ അതിൻ്റെ വിഷയമെന്നറിയാമോ? പണ്ടത്തെ പാമ്പൻ പാലം, ട്രെയിൻ പോകുമ്പോൾ പാലം നേരെ, ട്രെയിൻ പോയി കഴിയുമ്പോൾ പാലം ഉയർത്തുമ്പോൾ കപ്പൽ പോകും. ഒരു ഉച്ച സമയത്ത് 13 വയസ്സുള്ള മകൻ അപ്പന് ചോറുമായിട്ട് ചെന്നു. അപ്പോൾ കപ്പൽ പോയി. അപ്പൻ ഇങ്ങനെ പാലം താക്കുക. അതിൻ്റെ മറ്റേ കൈവരിയിൽ ഈ കുഞ്ഞോടിപ്പോയി അപ്പനെ ഹെൽപ്പ് ചെയ്യാൻ. ഇങ്ങനെ ചക്രം കറങ്ങുമ്പോൾ ഒരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയാമോ? ഈ കുഞ്ഞിൻ്റെ കൈ ആ ചക്രത്തിൻ്റെ അടിയിൽപ്പെട്ടു. കുഞ്ഞ് നിലവിളിച്ച്, അയ്യോ അയ്യോ എൻ്റെ കൈ. അപ്പൻ ചക്രം ഇപ്പുറത്തൊന്ന് ചവിട്ടി. മറുകരയിൽ ഓടിയാൽ ആ കുഞ്ഞിനെ രക്ഷിക്കാം. അന്ന് ഇതുപോലുള്ള മൊബൈലില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പനൊന്ന് ആലോചിച്ചു, ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പോയാൽ രാമേശ്വരം പാലത്തിൽ കൂടെ വരുന്ന ട്രെയിനിൽ 1000 വെള്ളത്തിനകത്ത് വീഴും. അപ്പൻ ഒരു കാര്യം ചെയ്തു, കുഞ്ഞിൻ്റെ മുഖം നോക്കാതെ ആ ചക്രം കറക്കിക്കൊണ്ടിരുന്നു. ആ കുഞ്ഞ് ചേതനയറ്റ് കറങ്ങി. അയ്യോ അയ്യോ അയ്യോ, അതിൻ്റെ ദീനരോധനം. 1000 വഹിച്ചുകൊണ്ട് ട്രെയിൻ രാമേശ്വരത്തിലൂടെ പോയി. ലോക്കോ പൈലറ്റ് കൊടി കാണിച്ചു. ഈ ചെറുപ്പക്കാരന് കൈ കാണിച്ചു. ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഓടി തൊട്ടപ്പുറത്തെ കരയിൽ ആ ചക്രത്തിൻ്റെ അറ്റത്ത് ചെന്നപ്പോൾ ചേതനയറ്റ ശരീരമാ കിടക്കുന്നത്. ആ അപ്പൻ ആ കുഞ്ഞിൻ്റെ ശരീരം കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അപ്പൻ അവിടെ നിലവിളിച്ചു, മോനെ, നിന്റെ ആത്മാവ് എന്നോട് പൊറുക്കണം. ഞാൻ നിന്നെ രക്ഷിക്കാൻ തുടങ്ങിയാൽ 1000 രാമേശ്വരത്ത് കടലിൽ വീട് മരിക്കും. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ആ കരച്ചിൽ ബ്രിട്ടനിൽ, അന്നത്തെ കാലത്ത് ബ്രിട്ടൻ ഭരണകൂടം, ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ വെള്ളക്കാരെടുത്ത ഫോട്ടോയാ രാമേശ്വരം പാലത്തിൻ്റെ അവിടെ ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്നത്. ഒരപ്പൻ 1000 ജീവൻ രക്ഷിച്ചു, മകനെ ബലി കൊടുത്തു. അദ്ദേഹത്തിന് പട്ടും വളയും കൊടുത്തെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ ഏകജാതനായ പുത്രന് മാനവകുലത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് അവൻ അയച്ചു. മിണ്ടുന്നില്ല, സ്തോത്രം, മിണ്ടുന്നില്ല. ഇന്ന് രാത്രി കേൾക്കണം, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ എൻ്റെ നാഥൻ പരമയാഗമായി. ഇന്ന് രാത്രി പറയണം, അവൻ്റെ പുണ്യാക രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകി. എന്തിന്? നമ്മെ സ്നേഹിച്ചു. അവൻ കാൽവരിയുടെ കൊലക്കളത്തിൽ തകർക്കപ്പെട്ടു. ഇന്ന് രാത്രി പറയണം, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ ഒന്ന് കഴുകണമേ. സന്ദേശം അവസാനിക്കാറായി. ഇത്രയും സത്യസുവിശേഷം കേട്ടിട്ട്
ഇതുവരെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാതെ, വചനമേറ്റെടുക്കാതെ നിന്റെ ഇഷ്ടത്തിനകത്ത് യാത്ര ചെയ്താൽ വരാനിരിക്കുന്ന ന്യായവിധിയിൽ നീ വീണു പോകും. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഈ രാത്രി ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. അവസാനിപ്പിക്കാൻ പോവാ. 2ാം ലോകമഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. വീട്ടിലെല്ലാം ശവപ്പെട്ടി. ബ്രിട്ടനിലെ ഒരു സംഘടന എന്താണെന്നറിയാമോ? ഒരു പബ്ലിസിറ്റി കൊടുത്ത് നല്ല 2 പടം അയച്ചാൽ 10,000 പൗണ്ട്. എല്ലാവരും പടം അയച്ചു. എന്തൊക്കെയാ? സ്കൂളിൽ പോകുന്ന പടം, കോളേജിൽ പോകുന്ന പടം, പള്ളിയിലെ പടം, കല്യാണപ്പടം. അതിനകത്തൊരു ചെറുപ്പക്കാരൻ 2 പടം അയച്ചു. ഒന്ന്, ഒരു സമുദ്രം, പേരിട്ടു അറ്റ്ലാന്റിക് സമുദ്രം. അതിൻ്റെ നടുവിൽ ഒരു പാറ, അവൻ എഴുതി വെച്ചു ക്രിസ്തു. അതിൻ്റെ മേലെ ഒരു കുഞ്ഞങ്കാക്ക, അതിനെഴുതി വെച്ചു വിശ്വാസി. ഒന്ന്. ആ പടത്തിൻ്റെ താഴെ 2ാമത് സമുദ്രം ഇളകി മറിയാം. പാറയ്ക്ക് ഒരു കുലുക്കോ ഇല്ല, കാക്കയ്ക്ക് ഒരു കുലുക്കോ ഇല്ല. അവൻ എഴുതിയിരിക്കുക, ലോകമാകുന്ന ഗംഭീരവാരിധിയിൽ എത്ര കാറ്റും തിരയടിച്ചാലും ക്രിസ്തുവാകുന്ന പാറമേൽ ഒരു കാക്ക ഇരിക്കുക. ആ കാക്കയുടെ വായ്ക്കകത്തോട്ടൊരു കൊച്ചു മീൻ പോകുന്ന ഡോട്ട്. എന്നിട്ട് സങ്കീർത്തനം അവൻ എഴുതി, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശം. കരമുയർത്തിയാട്ടെ. ഇവിടെ കൊടുങ്കാറ്റടിക്കട്ടെ, സുനാമി അടിക്കട്ടെ, രോഗങ്ങൾ അടിക്കട്ടെ, ക്രിസ്തുവാകുന്ന പാറമേൽ ഇരിക്കുന്ന വിശ്വാസി നിനക്കധികം നന്മ തന്നില്ലേലും ഒരു കൊച്ചുമീനിനെ തരുവാൻ എൻ്റെ ദൈവശക്തൻ. രാത്രി നമ്മുടെ കർത്താവ് വരാറായി. ഇതുവരെ ഈ വചനം കേട്ടിട്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാത്ത ആരെങ്കിലും ഉണ്ടല്ലോ? ഇവിടെ ദൈവസഭയുണ്ട്. നീ രക്ഷിക്കപ്പെട്, മാനസാന്തരപ്പെട്, അനുദപിക്ക്, സ്നാനമേൽക്ക്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്ക്, തിരുമേശയിൽ പങ്കാളിയാക്. നിന്നെ ചേർക്കുവാൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. സംഭവിക്കാനുള്ളത് തന്നെ. രാജ്യം രാജ്യത്തോട്, ജാതി ജാതിയോട്, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ വാരമ്പ്. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ ഇത് കാണുമ്പോൾ ആൺകുട്ടി സിംഹാസനത്തിൽ എടുക്കപ്പെടാറായി. വചനമേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എഴുന്നേൽക്കാം. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ പലരും മലയിടിയിൽ പട്ടുപോയി. സാധുവായ എന്നെ ഇന്നും നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അപ്പച്ചൻ കാത്തുകൊള്ളും. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രത്യാശയോടെ എല്ലാ കരങ്ങളും അടിച്ച് കൊയറിനോട് ചേർന്ന്, നാളെ നമുക്ക് യോഗമില്ല, എല്ലാവരും കരമടിച്ച് ആരാധിച്ചാട്ടെ. യെസ്, എൻ്റെ യേശു വരാറായി. എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. വിടുതലിന്റെ രാത്രി. യെസ്, ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാണെന്നു മണ്ണിൽ. ശക്തിയോടെ ശക്തിയോടെ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാണെന്നു മണ്ണിൽ. സാധുവായ എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ യേശുവേ കൃപയാ. ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നിത്യതാണെന്റെ നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം. നിത്യതാണെന്റെ നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണോ. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. എത്ര കാത്തിടണം. ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ പിശാച് എന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. വിശ്വാസം ഹല്ലേലൂയ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ.
യേശു വരാറായി. ഒന്നിക്കും ഒരു നാൾ സ്വർഗ്ഗകൂടാരത്തിൽ വന്നിക്കും ഞാൻ നാളിൽ. നമ്മുടെ നാഥന്റെ വരവ്. ഒന്നിക്കും ഒരു നാൾ സ്വർഗ്ഗകൂടാരത്തിൽ വന്നിക്കും നാളിൽ. എന്തിന് പ്രിയന്റെ എന്തിന് പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ. എന്തിന് പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ. എന്നശയേറി എല്ലാ കരങ്ങളും തട്ടി ആരാധിച്ചാട്ടെ. എന്നെ തൊടുകയില്ല. എന്നെ കാണുകയില്ല. എന്നെ തൊടുകയില്ല. ശത്രു എന്നെ വിശ്വാസം കരങ്ങളെ തട്ടി അപ്പച്ചന്റെ ഭാഗ്യമായി. ചിറകിന്നറിവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വർദ്ധിച്ചിടുവാൻ വൻകൃപയെ മലയടി 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 വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നൽകിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എല്ലാ കരങ്ങളും തട്ടി ആരാധിച്ചാട്ടെ. വൻകൃപയെ ഇടണേ. വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നൽവരം നൽകിടണേ. ചേർന്ന് പറയാമോ? ലോകം പാപം പിശാച് എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. ഈ രാത്രി കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ഓർമ്മകൾ മാറട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശത്രു എന്നെ കാണുകയില്ല. വിശ്വാസം വർദ്ധിപ്പിക്കാൻ എല്ലാ കരങ്ങളും അന്യഭാഷയിൽ ചിറകിൻ മറവിൽ വിശ്വാസം എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും എല്ലാ തൈറോയ്ഡ് രോഗങ്ങളും സ്വർഗ്ഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ. ആണ്ടവൻ വല്ലമായി പരിശുദ്ധാത്മാവിൻ തോവയാവി ഒവ്വൊരു പേരും ഇന്ന് രാത്രി ഇറങ്ങട്ടെ. എല്ലാ അന്യായ കട്ടികളും എല്ലാ അന്യായ മുഴകളും എല്ലാ സാധാന്യ ബന്ധനങ്ങളും സ്വർഗ്ഗത്തിന് ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇത് വിടുതലിൻ രാത്രി, ഇത് സൗഖ്യത്തിന്റെ രാത്രി, ഇത് പുറപ്പാടിന്റെ രാത്രി, ഇത് കെട്ടുകൾ പൊട്ടുന്ന രാത്രി. മലകളെ കത്തിച്ചോ, പാറകളെ പൊട്ടിച്ചോ, കാരാഗ്രഹങ്ങളെ കെട്ടുകളെ പൊട്ടിച്ചോ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ആണ്ടവരിൻ വല്ലമായി, ആണ്ടവരിൻ വല്ലമായി, ആണ്ടവരിൻ വല്ലമായി. ഇന്ന് രാത്രി നിന്റെ മക്കളെ തൊടട്ടെ. അല്പസമയം ആത്മാവിൽ ആരാധിച്ചാട്ടെ. മലയടി വിടുവിക്കപ്പെടട്ടെ. മദ്യപാനികൾ മാനസാന്തരപ്പെടട്ടെ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണട്ടെ. പാരമ്പര്യ ബന്ധനങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സിസ്റ്റർ, ഇന്ന് രാത്രി നിന്റെ കരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ബ്രദർ, ഇന്ന് രാത്രി നിന്റെ കരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. അപ്പച്ചാ, ഇന്ന് രാത്രി കരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. അമ്മച്ചിയെ, രോഗക്കെട്ടുകൾ ഇന്ന് രാത്രി ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ഗുരു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്. അല്പസമയം അന്യഭാഷയിൽ ആരാധിച്ചാട്ട്. ഒരു അഭിഷേകത്തിന്റെ കാറ്റ്, ഒരു നിറവിന്റെ കാറ്റ്, ഒരു ഉണർവിൻ കാറ്റ്. കടസി കാലങ്ങളിൽ ഒരു ഉണർവിൻ കാറ്റ്. ഇന്ന് കുമരി മാവട്ടത്തിൽ, ഇന്ന് കളിക്കാവിളയിൽ മാർത്താണ്ഡത്തേക്ക് ഈ നദി ഒഴുകട്ടെ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തി തുടിക്കാൻ കഴിയാത്ത കൃപ, 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 കൃപ. ഓ ഓ, നൂറുകണക്കിന് പേർ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുക. കരമടിച്ച് ആരാധിച്ചാട്ടെ. എല്ലാ അന്യായ കട്ടികളും എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ തൈറോയിഡുകളും എല്ലാ ഹാർട്ട് അറ്റാക്കിന്റെ രോഗങ്ങളും ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഇലയാതിലെ നല്ല വൈദ്യൻ വന്നിട്ടുണ്ട്. അവന്റെ ക്യാമറ ഇറങ്ങിയിട്ടുണ്ട്. സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ റേഡിയേഷൻ, പരിശുദ്ധാത്മാവിന്റെ റേഡിയേഷൻ ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുകയാണ്. ഓ, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയപ്പാ, നന്ദിയപ്പാ, ആണ്ടവരെ നന്ദിയപ്പാ. കൃപയേ, 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 കൃപയേ. യെസ് 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 യെസ്. അനേകം പേർ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അല്പസമയം ഇവിടെ കരമടിച്ചാട്ടെ. അന്യായ കെട്ടുകൾ അഴിയട്ടെ, അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ. ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ റിലീഫ്. 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീയെ തൊട്ട കരം, കുരുടന്റെ കണ്ണുകളെ തുറന്ന കരം, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ കരം, ശതാധിപന്റെ വീട്ടിലിറങ്ങിയ കരം, 38 വർഷം ബദസ്സത കുളക്കടവിൽ കിടന്ന രോഗിയെ തൊട്ട കരം. ഓ, the heavenly Father, mighty presence of Holy Spirit, the last Sunday, fire on this child, fire on this child,
ആണ്ടവരിനാക്കി പരിശുദ്ധാത്മാവിനാക്കിനി മലയാളിയുടെ ഉണർവിന്റെ കാഴ്ച മാവട്ടത്തേക്ക് ഇന്ന് രാത്രി മാവട്ടത്തേക്ക് കുടുംബങ്ങളിലേക്ക് ആത്മശക്തീകരണം. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ അവൻ പരമയാഗമായി. പച്ച പൈൻമരത്തിന്റെ കുരിശ്, ലംബം തിരച്ചീനം, ഭൂമിക്കും സ്വർഗത്തിനും മധ്യേ, ഹല്ലേലൂയ, ഭൂമിക്കും സ്വർഗത്തിനും മധ്യേ, ബേത്ലഹേമിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു മരക്കുരിശ്, അതിനകത്ത് വിരൂപമാക്കപ്പെട്ട ഒരു ശരീരം. ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കണ്ടിവെണ്ണയും കയ്പുകാടിയും തന്നു, എൻ്റെ അസ്ഥികളൊക്കെയും തൂകിപ്പോകുന്നു. പിതാവിൻ്റെ സന്നിധിയിലേക്ക് നോക്കി പറഞ്ഞു, സകലതും നിവർത്തിയായി, സകലതും നിവർത്തിയായി. മകനേ മകളെ, ഇതുപോലൊരു യാഗം ഉലകം കണ്ടിട്ടുണ്ടോ? ഒരു സൈന്യാധിപൻ ഒരു കുന്തമെടുത്ത് പടയാളിയുടെ കയ്യിൽ കുത്തി കൊടുത്തു, യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി, 5.5 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകി അവൻ പ്രാണനെ വിട്ടു. നാം ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് കാൽവറിയിൽ തന്നെത്താൻ സമർപ്പിക്കുക. ആ സമർപ്പിച്ച കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി എന്നെ ഒന്ന് തൊടണം. ഇനി അവൻ വരുന്നത് രോഗിയെ വിടുവിക്കാനല്ല, പാപികളുടെ രക്ഷയ്ക്കായിട്ട് അല്ല, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും യേശു മധ്യാകാശത്തിൽ വരും. ആ കാൽവറിയിലെ ദർശനം, അകത്തളങ്ങൾ ചലിക്കുന്ന ദൈവമക്കൾ കരമുയർത്തിയാട്ടെ. നിൻ ശരീരം തകർത്തു എനിക്കായി, നിന്റെ തിരുരക്തം എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഒഴുക്കി. എല്ലാ കരങ്ങളും, നാളെ യോഗമില്ല, കൃത്യസമയം തീരുക, ആകാശത്തിലേക്ക് ആ കരങ്ങൾ ഉയരട്ടെ. എല്ലാ കരങ്ങളും ക്രൂശിനെ നോക്കി ഒരിക്കൽ കൂടി നിൻ ശരീരം തകർത്തു ഞങ്ങൾക്കാ അപ്പാ, ശുദ്ധരക്തം ചിന്തി ഞങ്ങൾക്കാ പകരം എന്തു നൽകും ഞാൻ? എല്ലാ കരങ്ങളും ഉയരട്ടെ. അന്ത്യത്തോളം ഓർമ്മിക്കും യാഹത്തെ. പകരം എന്തു നൽകും ഞാൻ? അന്ത്യത്തോളം ഓർമ്മിക്കും യാഹത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ. എല്ലാവരും അനുതാപത്തോടെ ആഴമാർന്ന ത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. Yes, Lord. ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാൻ? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥൻ. പകരം എന്തു നൽകും ഞാൻ? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥൻ. അടിപ്പിണറിൽ ഇന്ന് രാത്രി സൗഖ്യം. അടിപ്പിണറിൽ ഞാൻ കണ്ടു സ്നേഹത്തെ. സൗഖ്യമാക്കുന്ന കരം ഇന്ന് രാത്രി. സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. രോഗമുള്ളവർ ആ കരം ഉയർത്തിയാട്ടെ. അടിപ്പിണറിൽ ഞാൻ കണ്ടു സ്നേഹത്തെ. സൗഖ്യമാക്കുന്ന കരം. സൗഖ്യമാക്കും യേശുവിൻ ശക്തി. എല്ലാ വായികളും പകരം എന്തു നൽകും
മലയടി മലയടി മലയടി. എന്നാരോഗ്യം നൽകുന്നു താതൻ. ആയുസ്സുള്ള നാളെല്ലാം പകരം പകരം എന്തു നൽകും ഞാൻ? കരങ്ങളെല്ലാം ഉയരട്ടെ. എന്നാരോഗ്യം നൽകുന്നു താതൻ. ക്രൂശിൽ കണ്ടു അവസാന മിനിറ്റുകൾ. ക്രൂശിൽ കണ്ടു എല്ലാ വായികളും തുറന്നു. നിൻ സ്നേഹത്തെ ആഴമാർന്ന ഈ പാപിയായി എന്നെ സ്നേഹിച്ച നാഥൻ ഒരിക്കൽ കൂടി ക്രൂശിൽ കണ്ടു. ക്രൂശിൽ കണ്ടു. എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. നാളെ യോഗമില്ല. ലാസ്റ്റ് മിനിറ്റ് സ്നേഹത്തെ ഉള്ള യേശു സ്വാമി ഈ കുഞ്ഞുങ്ങളെ തൊട്ടാട്ടെ. പകരം വായികളെ പകരം എന്തു നൽകും ഞാൻ? അപ്പച്ചാ ഈ മക്കളെ ഹൃദയം പൂർണ്ണമ നൽകുന്നു. അതിരങ്ങൾ ചലിപ്പിച്ച് പറയാം യേശുവേ. പകരം എന്തു നൽകും ഞാൻ? ഹൃദയം പൂർണ്ണമ നൽകുന്നു. അവസാനം ഒരിക്കൽ കൂടെ ചേർന്ന് പറയാമോ? പകരം എന്തു നൽകും ഞാൻ? ഹൃദയം പൂർണ്ണം നൽകുന്നു താതനാ. நன்றி தகப்பனே, உமக்கு ஸ்தோத்திரம். இந்த 3 நாள் சுவிசேஷ கூட்டமும் எந்த தடையில்லாதபடிக்கு நடக்க, மிக சிறப்பாக இந்த கூட்டங்கள் நடக்க பரலோகத்தின் தேவன் நமக்கு உதவி செய்தபடியால் நம்முடைய இருதயத்தின் ஆழத்தில் இந்த ஆண்டவருக்கு ஸ்தோத்திர பலிகளை ஏறெடுப்போம். ஆண்டவரே உமக்கு ஸ்தோத்திரம். ஆண்டவரே, ஜெபித்து ஆரம்பித்த வெள்ளிக்கிழமை முதல் இந்த ஞாயிற்றுக்கிழமை இரவு வரைக்கும் ஆண்டவரே எந்த விதமான தடையில்லாதபடிக்கு சிறப்பாக மிக ஆசீர்வாதமாக இந்த கூட்டங்கள் நடக்க பரலோகத்தின் தெய்வமே நீர் அனுக்கிரகம் செய்தபடியால் நாங்கள் உமக்கு நன்றி சொல்லுகிறோம். ஆண்டவரே கர்த்தாவே உமக்கு ஸ்தோத்திரம். இனி சம்பவிக்க போகிற இவைகளுக்கெல்லாம் நீங்கள் தப்பி மனுஷகுமாரனுக்கு முன்பாக நிற்க பாத்திரவான்களாக எண்ணப்படுவதற்கு எப்பொழுதும் விழித்திருங்கள் என்று சொன்னதான் அந்த வார்த்தையின்படியாக இனி சம்பவிக்க போகிற ஒவ்வொரு காரியங்களையும் ஆண்டவரே ஸ்தோத்திரம் விஞ்ஞான பூர்வமாக இந்த 3 தினங்களும் ஆண்டவரே இந்த தேசத்தோடு அறிவிக்கப்பட்டிருக்கிறது. ஆண்டவரே ஆமே, இந்த 3 நாட்களாக விதைக்கப்பட்டதான வசனமாகிய வித்து ஆண்டவரே மண்ணுக்குள் புதைந்து போகாதபடிக்கு ஆண்டவரே இந்த விதைக்கப்பட்ட வசனங்கள் ஆண்டவரே 30, 60, 100 மேனி பலன் கொடுக்கத்தக்கதாக பரிசுத்த ஆவியினுடைய மழை தொடர்ந்து இந்த பிராந்தியத்தில் பெய்யும்படியாக உமது நாமத்தினால நாங்கள் ஜெபிக்கிறோம். ஆண்டவரே இந்த கூட்டங்களுக்கு முகாந்திரமாயிருந்த அருமையான குடும்பத்தை கர்த்தர் ஆசீர்வதிப்பீராக. ஜெபித்து இந்த கூட்டங்களை ஒழுங்குபடுத்தின அன்பு சபைக்காக, விசுவாச குடும்பங்களுக்காக, சபை போதகருக்காக ஜெபிக்கிறோம். ஆண்டவரே தொடர்ந்தும் சபையை கர்த்தர் ஆசீர்வதிப்பீராக. இந்த 3 நாட்களும் ஆண்டவரே ஸ்தோத்திரம் உமது சுவிசேஷத்தை இந்த தேசத்தில் அறிவித்ததான அருமையான தேவ மனுஷனுக்காக ஜெபிக்கிறோம். கர்த்தர் தமது தாசனையும் மட்டுமாக நீர் பலப்படுத்தினதுக்காய் ஸ்தோத்திரம். இன்னும் நீர் பலப்படுத்துவீராக. இந்த நாட்களில் ஆண்டவரே உமது வார்த்தைகளை கேட்டதான ஆண்டவரே ஸ்தோத்திரம் ஒவ்வொரு பேருக்காக நாங்கள் ஜெபிக்கிறோம். ஆண்டவரே ஒரு ஆத்துமா கூட அழிந்து போக கூடாதப்பா. உமது வருகை மிக சமீபமாக இருக்கிறது. நாங்கள் ஒரு கடைசி காலத்தில் வாழ்ந்து கொண்டிருக்கிறோம். ஆண்டவரே ஒரு ஆத்துமா கூட அழிந்து போகிறது. ஆண்டவரே எல்லா தேவ பிள்ளைகளையும் கர்த்தருடைய வருகை நாளுக்கென்று நீர் ஆயத்தப்படுத்துவீராக. சரீர சுகத்தோடும் சமாதானத்தோடும் தமது மக்களை அனுப்புங்க. ஆண்டவரே இந்த கூட்டத்தின் மூலமாக எல்லா கனத்தையும் மகிமையும் உமக்கு ஒருவருக்கே நாங்கள் தருகிறோம். இயேசு கிறிஸ்துவின் நாமத்தில் ஜெபங்கேளும் பரலோக பிதாவே. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, என் முழு உள்ளமையுடைய பரிசுத்த நாமத்தை ஸ்தோத்திரி. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, கர்த்தர் செய்த சகல உபகாரங்களையும் மறவாதே. ஆமென். இயேசு கிறிஸ்து மாறாதவரே, மாறாதவரே. ஆமென். இயேசு கிறிஸ்து மாறாதவரே, நித்தியமா
பரிசுத்தாவியானோருடைய ஐக்கியமும் ஸ்நேகமும் பாதுகாவலும் நம் அனைவரோடும் சகல பரிசுத்தவான்களோடும் இன்றைக்கு விசேஷமாய் 3 நாட்களாக ஆண்டுடைய வார்த்தையை சுமந்து கொண்டு வந்து நம்முடைய நடுவில் விளம்பின அருமையான கர்த்தருடைய தாசனோடும் இன்றும் என்றும் சதா காலங்களிலும் கூட இருப்பதாக. ஆமென். அல்லேலூயா, அல்லேலூயா, அல்லேலூயா.